ഹായ്, പ്രൈസ് ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം ഈ സന്ധ്യയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഞാൻ ലൈവിലേക്ക് വന്നത് അതിപ്രധാനമായ ബൈബിൾ സംബന്ധമായ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാൻ വേണ്ടി മാത്രമാണ്. നമ്മളെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംസാരിച്ചതും നമ്മുടെ ബൈബിൾ സംബന്ധമായ വിഷയങ്ങൾ ബൈബിളിൽ കർത്താവിന്റെ മടങ്ങിവരവ് എന്നൊരു വിഷയത്തോടനുബന്ധിച്ച് ചില ടേമുകളാണ് നമ്മൾ പഠിച്ചത്. ഇന്ന് ഒരു ടേം നമ്മൾ എടുക്കുവാൻ പോവുകയാണ്. ലോകാവസാനം അഥവാ എൻഡ് ഓഫ് ദ ഡേ വേൾഡ്, എൻഡ് ഓഫ് ദ വേൾഡ് എന്നൊരു പദത്തെയാണ് നമ്മൾ ചർച്ചയ്ക്ക് അല്ലെങ്കിൽ സംസാരിക്കാൻ പോകുന്നത്. ലോകാവസാനം എന്ന് കേൾക്കുമ്പോൾ നാം ഇന്ന് അധിവസിക്കുന്ന ഭൂമിയുടെ അഥവാ ലോകത്തിന്റെ അവസാനം എന്നാണ് പൊതുവെയുള്ള ക്രൈസ്തവ പഠനങ്ങളും പഠിപ്പീരുകളും. എന്നാൽ കാരണം കേൾവിക്കിമ്പമുള്ള പല കാര്യങ്ങളും കഥകളും പറഞ്ഞു കേട്ടതിന്റെ അനുഭവത്തിലാണ് നാം ഇത് നമ്മുടെ ഹൃദയത്തിലും മനസ്സിലുമെല്ലാം കുടിയിരുത്തി വച്ചിരിക്കുന്നത്. കാരണം എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് എല്ലാ മതത്തിന്റെയും അല്ലെങ്കിൽ ഈ ഭൂമിയുടെ അവസാനത്തിൽ ഒരു ഡൂംസ്ഡേ അല്ലെങ്കിൽ ഈ ഭൂമി മുഴുവൻ ഒന്നെന്ന് പറഞ്ഞ് കത്തിച്ചു കളഞ്ഞിട്ട് വേറൊരു ഭൂമി ഇവിടെ ഉണ്ടാകുമെന്നുള്ളൊരു പഠിപ്പീര് ക്രൈസ്തവ ലോകത്തിൽ മുഴുവൻ കിടക്കുന്നത് കൊണ്ട് ആ ഒരു കഥയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ബൈബിള് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അതായത് ദൈവത്തിന്റെ വചനത്തിൽ ലോകാവസാനത്തെക്കുറിച്ച് ദൈവവചനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണ്? നാം ഇന്ന് ജീവിക്കുന്ന നാം ഇന്ന് ചിന്തിക്കുന്നത് പോലെ അല്ല ലോകം എന്നുള്ള വാക്കിന് അർത്ഥമെന്ന് നമുക്ക് ബൈബിളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. കാരണം ദൈവവചനം നമ്മൾ കൃത്യമായി പഠിക്കുമ്പോൾ ലോകം എന്ന പദത്തിന് നാനാ അർത്ഥമുണ്ട്. ജന്തുലോകം, ശാസ്ത്രലോകം, കായിക ലോകം, അതുപോലെ പല പല ലോകങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കുവാൻ സാധിക്കുന്നുണ്ട്. ഭൂമിയിലെ പ്രപഞ്ചത്തെ മുഴുവനായിട്ടും ലോകമെന്ന് നമുക്ക് കാണുന്നുണ്ട്. അതിന് ഞാൻ അങ്ങനെ പ്രപഞ്ചത്തെ മുഴുവനും ഈ വേൾഡിനെ മുഴുവൻ ലോകമെന്ന് പറയുന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ നമുക്ക് നമ്മുടെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ലോകം എന്താണ് ഇന്ന് ഈ സന്ധ്യയിൽ നമുക്കൊന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി അത് പഠിക്കുവാൻ താല്പര്യമുള്ളവരെ കേട്ടാൽ മതി. ഭൂമിയിലെ പ്രപഞ്ചത്തെ മുഴുവനായിട്ട് ഒരു സമൂഹത്തെയും ലോകമെന്ന് പറയുന്ന പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാൻ പറ്റും. കാരണം ഞാൻ ഉദാഹരണം പറഞ്ഞ റോമാലേഖനം 1:8 ഞാൻ 1:18 1:8 നിങ്ങളുടെ വിശ്വാസം സർവ്വലോകത്തിലും പ്രസിദ്ധമായിരിക്കുന്നതിനാൽ ഞാൻ ആദ്യം തന്നെ എന്റെ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി സ്തോത്രം ചെയ്യുന്നു. അത് റോമാലേഖനം 1:8 എഴുതിയിരിക്കുന്നത് റോമിലുള്ള വിശ്വാസികളോട് പൗലോസ് ലീഗ താൻ ഒരു കത്ത് എഴുതി കൊടുക്കുമ്പോൾ പറഞ്ഞിരിക്കുകയാണ്. സർവ്വലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ ഇടയിലും എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? നിങ്ങളുടെ വിശ്വാസം സർവ്വലോകത്തിലും പ്രസിദ്ധമായിരിക്കുന്നതിനാൽ ഞാൻ ആദ്യം തന്നെ എന്റെ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി സ്തോത്രം ചെയ്യുന്നു. റോമയിലുള്ള ദൈവസഭയോട് അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങളുടെ വിശ്വാസം സർവ്വലോകത്തിലും പ്രസിദ്ധമായിരിക്കുന്നതിനാൽ ഭൂമിയിലുള്ള സകല മനുഷ്യരുടെയും മുമ്പാകെ റോമയിലുള്ള സർവ്വവിശ്വാസികളുടെയും മുമ്പാകെ പ്രസിദ്ധമായോ ആണോ എന്ന് എന്റെ അർത്ഥം. അപ്പൊ അവിടെ പറഞ്ഞിരിക്കുന്നത് സർവ്വലോകത്തിലും എന്നതുപോലെ നിങ്ങളുടെ വിശ്വാസം എന്താണ്? ഞാൻ 1:8 ഒന്നും കൂടെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ വായിക്കുകയാണ്. നിങ്ങളുടെ വിശ്വാസം സർവ്വലോകത്തിലും പ്രസിദ്ധമായിരിക്കുന്നതിനാൽ ഞാൻ ആദ്യം തന്നെ എന്റെ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്തോത്രം ചെയ്യുന്നു. ഇപ്പൊ റോമയിലുള്ള ദൈവസഭയുടെ അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങളുടെ വിശ്വാസം സർവ്വലോകത്തിലും പ്രസിദ്ധമായിരിക്കുന്നതിനാൽ ഭൂമിയിലുള്ള സകല മനുഷ്യരുടെയും മുമ്പാകെ റോമയിലുള്ള സർവ്വവിശ്വാസികളുടെയും വിശ്വാസം പ്രസിദ്ധമായിരിക്കുന്നു എന്നാണോ അതിന്റെ അർത്ഥം? അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു എന്നതല്ല ഈ വാക്യത്തിന്റെ അർത്ഥം. റോമയിലുള്ള ദൈവസഭയെക്കുറിച്ച് അറിവുള്ളവരുടെ മധ്യത്തിൽ അവരുടെ വിശ്വാസം പ്രസിദ്ധമായിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഇപ്പൊ സർവ്വലോകം എന്ന് പറഞ്ഞിരിക്കുന്നത് റോമയിലെ സഭയിലുള്ളവരുടെ വിശ്വാസത്തെക്കുറിച്ച് അറിയാവുന്ന സമൂഹത്തോട് ബന്ധപ്പെട്ടാണ് അല്ലെങ്കിൽ ഉദ്ദേശിച്ചാണ് എഴുതിയിരിക്കുന്നത് കൃത്യമായി നമുക്ക് അറിയാൻ സാധിക്കും. അതുപോലെ യോഹന്നാൻ 6:14 നിങ്ങൾ ആ 6:14 ഒന്ന് എടുത്ത് വായിച്ചു നോക്കണം. നമ്മൾ ലോകാവസാനം എന്ന വാക്കിനോടനുബന്ധിച്ചാണ് ഇന്ന് ഈ സന്ധ്യയിൽ നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ ലോകാവസാനം ഇത് മത്തായി 24:1, 2, 3 വാക്യങ്ങളിൽ കർത്താവ് ഒരു കാര്യം തന്റെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്.
ശിഷ്യന്മാർ ചെന്ന് ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് ഉത്തരം പറയുന്ന കൂട്ടത്തിൽ കർത്താവ് ഇങ്ങനെ ഒരു പ്രസ്താവന വെക്കുന്നുണ്ട്. ശിഷ്യന്മാർ ഇതാണ് ചോദിച്ചത്, അത് എപ്പോൾ സംഭവിക്കും? നിന്റെ വരവിനും യുഗാവസാനത്തിനും അഥവാ ലോകാവസാനത്തിനും അടയാളമെന്ത്? വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു പ്രസ്താവനയാണ് ശിഷ്യന്മാർ ചെന്ന് ചോദിക്കുന്നത്. അപ്പോൾ ശിഷ്യന്മാരോട് കർത്താവ് മറുപടി പറയുമ്പോൾ താഴേക്ക് പറയുന്ന മുഴുവൻ ഭാഗങ്ങളും മത്തായി 24 മർക്കോസ് 13 ലൂക്കോസ് 21 പറയുന്ന സകല ഭാഗങ്ങളും ഈ ലോകാവസാനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വിഷയത്തെക്കുറിച്ചാണ്. അതുകൊണ്ടാണ് ഇതിനകത്ത് ആധികാരികമായി നാം ഇത് പഠിച്ചേ മതിയാകൂ. അവൻ ചെയ്ത അടയാളം ആളുകൾ കണ്ടിട്ട് ലോകത്തിലേക്ക് വരുവാനുള്ള പ്രവാചകൻ ഇവൻ ആകുന്നു സത്യമെന്ന് പറഞ്ഞു. ഒരു പ്രവാചകനെ കുറിച്ചുള്ള വാഗ്ദത്തം ദൈവം നൽകിയിരിക്കുന്നത് മോശയിലൂടെ മിസ്രൈമിൽ നിന്ന് വീണ്ടെടുത്ത യഹൂദന്മാരുടെ സമൂഹത്തിനാണ്. അത് ബൈബിളിൽ കിടക്കുന്നത് ആവർത്തന പുസ്തകം 18-ാം അധ്യായം 19-ാം വാക്യത്തിലാണ്. അപ്പം യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു കാര്യം വിശ്വസിക്കണമെങ്കിൽ അവർ അടയാളം കണ്ടേ വിശ്വസിക്കുകയുള്ളൂ. അവർ അടയാളം അന്വേഷിക്കും. കൊരിന്തിലേക്ക് 1 കൊരിന്ത്യർ 1-ാം അധ്യായം അതിന്റെ 22-ാം വാക്യത്തിൽ യഹൂദന്മാർ അടയാളം അന്വേഷിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. യേശുവിനോട് പോലും ചെന്ന് അവർ അടയാളം ചോദിച്ചു. അടയാളം ചോദിച്ചപ്പോൾ കൃത്യമായി യേശു മറുപടി പറഞ്ഞത് എന്താണ്? യോനയുടെ അടയാളമല്ലാതെ ഒരു അടയാളമില്ല. അപ്പം അവർ കൃത്യമായി യേശുക്രിസ്തുവിൽ വിശ്വസിക്കണമെങ്കിൽ അന്ന് അവരുടെ മധ്യേ വെളിപ്പെട്ട പ്രവാചകനായ യേശുവിനെ വിശ്വസിക്കണമെങ്കിൽ അവർക്ക് അടയാളം കാണണമായിരുന്നു. എന്നാൽ കർത്താവ് അടയാളങ്ങളൊന്നും കാണിച്ചതുമില്ല. അപ്പൊ എന്താണ് നമുക്കവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്? ലോകമെന്ന പദമാണല്ലോ നമ്മുടെ ചർച്ചാ വിഷയം. അപ്പൊ അവിടെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അവിടെ യോഹന്നാൻ 6:14 പറഞ്ഞിരിക്കുന്ന പ്രവാചകന്മാരെ കുറിച്ചുള്ള വാഗ്ദത്തം യഹൂദന്മാരുടെ സമൂഹത്തിനായിരുന്നു, നമുക്കാർക്കുമല്ലായിരുന്നു. കാരണം ഡ്യൂട്രോണമി നേരത്തെ നമ്മൾ പറഞ്ഞു 18-ന്റെ 19-ാം വാക്യത്തിൽ 15 മുതൽ എടുത്ത് വായിക്കണം. 19-ാം വാക്യത്തിലേക്ക് നമ്മൾ കൃത്യമായി അവിടെ പറയുന്നുണ്ട്, യഹൂദന്മാരുടെ സമൂഹത്തിൽ എന്നെ മോശയെ പോലൊരു പ്രവാചകനെ. മോശ ആരുടെ മധ്യത്തിലാണ് ശുശ്രൂഷ ചെയ്തത്? ഇസ്രായേൽ ജനത്തിന്റെ മധ്യത്തെ. മോശ ഇന്ന് ഭാരതത്തിലുള്ള ഒരു സമൂഹത്തിൽ അന്ന് കാലത്ത് അല്ലെങ്കിൽ എന്നായിരുന്നാലും മോശ ശുശ്രൂഷ ചെയ്തത് ഇസ്രായേലിന്റെ മധ്യത്തിലാണ്. അപ്പം ആ ഇസ്രായേലിന്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ്, ഇസ്രായേൽ സമൂഹത്തിന്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് മോശ ഒരു പ്രവാചകനെ കുറിച്ചുള്ള വാഗ്ദത്തം അവർക്ക് അല്ലെങ്കിൽ പ്രവചനം അവരോട് പറയുന്നത്. അപ്പം ഈ പ്രവചനത്തിന്റെ നിവൃത്തി എപ്പോഴാണ് നടക്കുന്നത്? അപ്പം യോഹന്നാൻ 6:14 പ്രവാചകന്മാരെ കുറിച്ചുള്ള വാഗ്ദത്തം യഹൂദന്മാരുടെ സമൂഹത്തിനായിരുന്നു എന്ന് അവിടെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ സമൂഹത്തെക്കുറിച്ചാണ് ലോകം എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് ആധികാരികമായി 1-2 തെളിവുകൾ കൂടി നിങ്ങളുടെ മുമ്പിൽ ഞാൻ വെക്കുകയാണ്. യോഹന്നാൻ 11:24 മുതൽ 27 വരെ നിങ്ങൾ വായില്. മാർത്ത അവനോട് ഒടുക്കത്തെ നാളിൽ അല്ലെങ്കിൽ ഒടുക്കത്തെ നാളിലെ പുനരുദ്ധാനത്തിൽ, എന്നിട്ട് ഞാൻ മൊത്തം വായിക്കുന്നില്ല, ലോകത്തിൽ വരുവാനുള്ള ക്രിസ്തു നീ തന്നെ എന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. അപ്പൊ മാർത്തയോട് കർത്താവ് ചോദിക്കുകയാണ്, നീ തന്നെയോ? ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കയില്ല എന്ന് കർത്താവ് മാർത്തയോടും മറിയയോടും പറയുന്ന ആ സമൂഹത്തോട് പറയുമ്പോൾ, ലാസറിന്റെ ഭവനത്തിൽ നടക്കുന്ന സംഭവത്തെക്കുറിച്ച് വർണ്ണിക്കുമ്പോൾ അവിടെ കൃത്യമായിട്ട് ലോകത്തിലേക്ക് വരുവാനുള്ള ക്രിസ്തു നീ തന്നെ എന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. യഹൂദന്മാരുടെ സമൂഹത്തിനാണ് ന്യായപ്രമാണത്തിലൂടെ ദൈവപുത്രനായ ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം അഥവാ ക്രിസ്തുവിനെ കുറിച്ചുള്ള വാഗ്ദത്തം ദൈവം നൽകിയിരുന്നത്. ക്രിസ്തുവിനെ കുറിച്ചുള്ള വാഗ്ദത്തം ഉണ്ടായിരുന്ന സമൂഹത്തിലെ സ്ത്രീയായ മാർത്തയുടെ വാക്കുകളാണ് നാം അവിടെ കേട്ടത്. അപ്പം ആ 27-ാമത്തെ വാക്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, 27-ാമത്തെ വാക്യം, അവൾ അവനോട് ഒവ്വ് കർത്താവേ, ലോകത്തിൽ വരുവാനുള്ള ദൈവപുത്രനായ ക്രിസ്തു നീ തന്നെയാണ്. അപ്പൊ അവിടെ ലോകമെന്ന് പറഞ്ഞിരിക്കുന്നത് യഹൂദന്മാരുടെ സമൂഹത്തെക്കുറിച്ചാണ്, അല്ല ലോകത്തിലെ മുഴുവൻ ജനഗതികൾക്കും വേണ്ടിയല്ലെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മള് ഈ പദങ്ങൾ നമ്മൾ കൃത്യമായി അതിന്റെ ഓഡിയൻസ് റിലവൻസിയും കണ്ടംപററി ഓഡിയൻസ് ആരാണെന്ന് കൃത്യമായി അപഗ്രഥിച്ച് പഠിക്കാതെ ബൈബിളിനെ നമ്മള് എന്താണ് ഓഡിയൻസ് റിലവൻസി ഇല്ലെങ്കിൽ ബൈബിള് വെറും നമ്മൾ മനസ്സിലാക്കുന്നതിൽ തെറ്റുപറ്റിപ്പോയി. ഇപ്പൊ നമ്മൾ കൃത്യമായി ഓഡിയൻസ് റിലവൻസി വെച്ച് വേണം ഇത് മനസ്സിലാക്കാൻ.
ക്രിസ്തു നീ തന്നെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. ഈ വേദഭാഗത്ത് ലോകം എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് യഹൂദന്മാരുടെ സമൂഹത്തോടുള്ള ബന്ധത്തിലാണ്. അപ്പം യോഹന്നാൻ 12-ാം അധ്യായം അതിന്റെ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിലും 17-ാം അധ്യായം 17 മുതൽ അതിന്റെ 12-ന്റെ തന്നെ 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ നാം കൃത്യമായിട്ട് വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം അവിടെ മനസ്സിലാക്കുന്നു. അവൻ അവിടെ ഉണ്ടെന്നറിഞ്ഞിട്ട് യഹൂദന്മാരുടെ ഒരു വലിയ പുരുഷാരം യേശുവിന്റെ നിമിത്തം മാത്രമല്ല, അവൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസറിനെ കാണാനായിട്ട് കൂടെ വന്നു. അപ്പം ലാസറിന്റെ ഭവനത്തിൽ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ, ലാസറിനെ ഉയർപ്പിക്കുന്ന ആ ശുശ്രൂഷയിൽ അനേക പരീശന്മാരും അന്നത്തെ സമൂഹം ഒത്തുകൂടിയിരുന്നു ആ ഭവനത്തിൽ. അപ്പൊ ഇതെല്ലാം ഈ ലാസറിനെ മരിച്ചവരുടെ കൂട്ടത്തിൽ നിന്ന്, മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുന്നത് കണ്ടിട്ട്, ഈ അടയാളം കണ്ടിട്ട് ലോകം അവന്റെ പിന്നാലെയായി പോയി. അപ്പൊ ലോകം എന്ന് പറഞ്ഞ ആരെ കുറിച്ചാണ്? അവിടെ പറഞ്ഞിരിക്കുന്ന ലോകം എന്ന് പറയുന്നത് യഹൂദന്മാരുടെ സമൂഹത്തെയാണ്. അപ്പൊ ലോകം അവന്റെ പിന്നാലെ ആയിപ്പോയി എന്ന് പറഞ്ഞ്, അപ്പം ഈ ലോകം, അപ്പം ഈ അത്ഭുതങ്ങൾ അവിടെ കാണുകയാണ് ഈ പരീശന്മാര്. അപ്പൊ ആകയാൽ നമുക്കൊന്നും സാധിക്കുന്നില്ലല്ലോ, ലോകം അവന്റെ പിന്നാലെ ആയിപ്പോകുന്ന ആ സമൂഹം തന്നെ അവിടെ നിന്ന് പറയുകയാണ്. ഇവിടെ ലോകമെന്ന് പറഞ്ഞിരിക്കുന്നത് യഹൂദന്മാരുടെ സമൂഹത്തെ കുറിച്ചാണെന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം യോഹന്നാൻ 15-ാം അധ്യായം അതിന്റെ 18-ഉം 19-ഉം വാക്യങ്ങളിൽ ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് മുമ്പേ എന്നെ പകയ്ക്കുന്നു എന്നറിവിൻ. നിങ്ങൾ ലോകക്കാർ ആയിരുന്നു എങ്കിൽ ലോകം തനിക്ക് ഇതിൽ എന്നെ സ്നേഹിക്കുമായിരുന്നു. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായ ഒരു അവനെ കൈക്കൊണ്ടില്ലെന്നാണ് നമ്മൾ ബൈബിളിൽ നിന്ന് വായിക്കുന്നത്. അപ്പൊ യേശു അവരുടെ സമൂഹത്തിൽ വന്നിട്ട് അവനെ കൈക്കൊണ്ടില്ല. എന്നാൽ നിങ്ങൾ ലോകക്കാർ ആയിരിക്കാതെ, അത് തന്റെ ശിഷ്യന്മാരെ കുറിച്ചാണ് പറയുന്നത്, ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തെരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. ഏത് ലോകമാണ് ക്രിസ്തുവിനെയും ശിഷ്യന്മാരെയും പകച്ചത്? യേശു ക്രിസ്തുവിനെയും അപ്പോസ്തലന്മാരെയും പകച്ചത് ആരാണ്? യേശു ക്രിസ്തുവിനെയും അപ്പോസ്തലന്മാരെയും പകച്ചതും യേശു ക്രിസ്തുവിനെയും സ്വന്തം പ്രവാചകന്മാരെയും കൊന്നവരാരാണ്? അപ്പൊ തെസ്സലോനിക്ക ലേഖനത്തിൽ കൃത്യമായി അതിനെപ്പറ്റി പ്രതിപാദിക്കൊണ്ട്, നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെയും സ്വന്തം പ്രവാചകന്മാരെയും ക്രൂശിച്ചു കൊന്നവർ. അപ്പൊ കൃത്യമായി നമുക്ക് കാര്യം മനസ്സിലായി. ലോകമെന്ന് ഉപയോഗിച്ചിരിക്കുന്ന പദം എന്ന് പറയുന്നത് ആ യഹൂദ സമൂഹത്തോടുള്ള ബന്ധത്തിലാണ്. ഇവിടുത്തെ ക്രൈസ്തവൻ ലോകം അവസാനിക്കും, ഡൂംസ്ഡേ ഉണ്ടാവും, ഈ ഭൂമിയെ മുഴുവൻ കത്തിച്ച് കളയുമ്പോൾ ലജ്ജ തോന്നുകയാണ് സമൂഹത്തോട്. ഇതെന്തോരു സുവിശേഷമാണ് ഇവർ പറയുന്നത് പോലും അറിയത്തില്ല. ലോകമെന്ന് പറയുന്നത് ആ സമൂഹത്തിൽപ്പെട്ട ആ ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ പറയുന്ന ആ സമൂഹത്തോടാണ് അന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ലോകമെന്ന പദം ഉപയോഗിച്ചിരിക്കുന്നതെന്ന് കൃത്യമായി നമുക്കിവിടെ തെളിവായില്ലേ? അപ്പം ഇതിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത് ലോകമെന്ന പദത്തിന് നാനാ അർത്ഥങ്ങളുണ്ടെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. അത് മാത്രമല്ല, ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ഇവിടെ ലോകം എന്ന് പറയുന്നത് യഹൂദന്മാരുടെ സമൂഹത്തിനെ കുറിച്ചാണ്. അപ്പൊ യേശുവിനെയും സ്വന്തം പ്രവാചകന്മാരെ പകച്ചവർ ആരായിരുന്നു? യഹൂദന്മാർ തന്നെയല്ലേ? അപ്പൊ യഹൂദന്മാരുടെ സമൂഹത്തിൽ നിന്നുമാണ് കർത്താവ് അപ്പോസ്തലന്മാരെ വിളിച്ച് വേർതിരിച്ചെന്ന് നമുക്കറിയത്തില്ലേ? അപ്പൊ ഈ രണ്ട് വാക്യങ്ങളിലും ലോകം എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത് യഹൂദന്മാരുടെ സമൂഹത്തെയാണ്, അല്ലാതെ ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരെയും കുറിച്ച് ഉദ്ദേശിച്ചല്ല. യോഹന്നാൻ 6:14, നിങ്ങളുടെ പഠനത്തിന് വേണ്ടി ഞാൻ വാക്യങ്ങൾ പറയാണ്. യോഹന്നാൻ 6:14, യോഹന്നാൻ 11:27, യോഹന്നാൻ 12:19, യോഹന്നാൻ 15:18-19, ഇവിടെ എല്ലാം ലോകം എന്ന പദം ഉപയോഗിച്ചിട്ടുള്ളതായി നാം കണ്ടു. അപ്പൊ ഈ യഹൂദന്മാരുടെ സമൂഹത്തെയാണ് അവിടെ പറഞ്ഞിരിക്കുന്ന ലോകം, അല്ലാതെ ഈ പ്രപഞ്ചത്തെയോ ഭൂമിയിലുള്ള സകല മനുഷ്യരെയും ഉദ്ദേശിച്ചല്ല എന്ന് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ യഹൂദന്മാരുടെ സമൂഹമായ ലോകത്തിന്റെ ആരംഭം ദൈവം അവരെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ച് വേർതിരിച്ചത് മുതലാണ് ആരംഭിക്കുന്നത്. അപ്പൊ എന്ന് മുതലാണ് ദൈവം അവരെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ച് വേർതിരിച്ചത് മുതലാണ് യഹൂദന്മാരുടെ ലോകത്തിന്റെ ആരംഭം. ദൈവം ഏദൻ തോട്ടത്തിൽ വാഗ്ദത്തം ചെയ്ത രക്ഷിതാവിനെ ആ സമൂഹത്തിന്റെ ഇടയിൽ നിന്ന് പുറത്തെടുക്കുവാൻ വേണ്ടിയാണ്. ദൈവത്തിന്റെ ലക്ഷ്യം പൂർത്തിയാക്കുന്നതിലൂടെ യഹൂദന്മാരുടെ ലോകത്തിന് ദൈവത്തിന്റെ മുമ്പാകെ ഉണ്ടായിരുന്ന പ്രാധാന്യമില്ലാതെയായി തീർന്നു. അവരുടെ ആ ലോകത്തിന്റെ അവസാനം സംഭവിച്ചു. ലോകാവസാനത്തിൽ സംഭവിക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ച് യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞ്
കൊടുത്തതായിട്ട് തിരുവചനത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. മത്തായി 13-ാം അധ്യായം അതിന്റെ 36 മുതൽ 43 വരെ ഉള്ള ആ വയലിലെ കളയുടെ ഉപമ വായിച്ചാൽ മാത്രം മതി, അത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവിടെ വയൽ എന്ന് പറയുന്നത് ലോകമാണെന്ന് കർത്താവ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അവസാനം ഈ ലോകാവസാനത്തിൽ അല്ലെങ്കിൽ ഈ അവരുടെ സമൂഹത്തിന്റെ അവസാനത്തിൽ, ആ ലോകത്തിന്റെ അവസാനത്തിൽ കളകളെല്ലാം കൂട്ടി തീയിലിട്ട് ചുട്ടുകളയുന്നതായിട്ട് ആ ലോകാവസാനത്തിൽ സംഭവിക്കുമെന്ന് കർത്താവ് പറയുന്നുണ്ട്. എന്നിട്ട് കർത്താവ് കൃത്യമായി പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അപ്പം വയലിലെ വയലിനുള്ള പ്രാധാന്യം കൊയ്ത്തവരെയാണെന്ന് നമുക്കറിയാം. അപ്പം വയൽ യഹൂദന്മാരുടെ ലോകമാണെന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ യഹൂദന്മാരുടെ ലോകത്തിൽ ദൈവത്തെ ഭയപ്പെട്ടിരുന്ന നീതിമാന്മാരും ദൈവത്തോട് യാതൊരു ബന്ധവുമില്ലാത്ത ദുഷ്ടന്മാരും ഉണ്ടായിരുന്നു നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. അത് യെശയ്യാപ്രവചനം 10-ാം അധ്യായം അതിന്റെ 20 മുതൽ നമ്മൾ വായിക്കുമ്പോൾ യാക്കോബിന്റെ ശേഷിപ്പിനെ വീർനാം ദൈവത്തിലേക്ക് മടക്കിക്കൊണ്ടുവരും, എന്നിട്ട് അവർക്ക് നീതിയെ പ്രവഹിക്കുന്നതായ ഒരു സംഹാരം നിർണയിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് കൃത്യമായി നമുക്ക് യെശയ്യാവ് 10-ന്റെ 20 മുതൽ എടുത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അവരുടെ ഇടയിൽ നീതിമാന്മാരും ഉണ്ടായിരുന്നു, നീതി കെട്ടവരും ഉണ്ടായിരുന്നു. റോമാലേഖനം 2-ാം അധ്യായം 28-ഉം 29-ഉം വാക്യങ്ങളിൽ കൃത്യമായി അവിടെ പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? കൃത്യമായി അവിടെ എന്താണ് പറയുന്നത്? പുറമെ യഹൂദനായവൻ യഹൂദനല്ല, അകമേ യഹൂദനായവൻ അത്ര യഹൂദൻ. അപ്പം അവരെ, ഈ യഹൂദന്മാരെ അല്ലെങ്കിൽ കർത്താവിനെ വിശ്വസിക്കാത്ത ആ യഹൂദ സമൂഹത്തെ കർത്താവ് തന്നെ വിളിച്ച പിശാചിന്റെ മക്കളെ, സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തിൽ നിന്ന് ഒഴിഞ്ഞിരിപ്പിൻ. ഇപ്പൊ അവരെ വിളിച്ച പേര് കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പുരോഹിതന്മാരുമായുള്ളവരെ. അപ്പം ഭക്തരായ, അന്നത്തെ കാലത്ത് ഭക്തരായ യഹൂദന്മാരെ അല്ല കർത്താവ് അഭിസംബോധന ചെയ്തത്. അഭക്തരായ, നീതികെട്ട, പുറമേ യഹൂദനായ, എല്ലാ കപടതയും എല്ലാ ചൂഷണവും എല്ലാ വഞ്ചനയും വെച്ച് പുലർത്തിക്കൊണ്ടിരുന്ന, പുറമേ ഭക്തി കാണിക്കുന്ന ആ ആളുകളെ കർത്താവ് വിളിച്ചത് പേരെന്താണ്? കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പുരോഹിതന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് കഷ്ടം. ആ കൂട്ടത്തിൽ അവരുടെ സമൂഹത്തിന്, അവരുടെ ലോകത്തിന് വരാൻ പോകുന്ന നാശത്തെക്കുറിച്ചും അവരുടെ ലോകത്തിന്റെ അവസാനത്തെക്കുറിച്ചാണ് ഈ മത്തായി 24-ലും മത്തായി 13-ലും എല്ലാം പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഇന്ന് കാണുന്ന ഭൂമിയെ മുഴുവൻ ഡൂംസ്ഡേയിൽ ഒറ്റ ദിവസം കൊണ്ട് ഭൂമിയെ മൊത്തം നശിപ്പിക്കുമെന്നല്ല അതിന്റെ അർത്ഥം. അപ്പൊ ബൈബിൾ കൊണ്ട് പഠിക്കാതെ, കൃത്യമായി അപഗ്രഥിച്ച് പഠിക്കാതെ ക്രൈസ്തവർ മുഴുവൻ, അതിനകത്ത് അപ്പോസ്തോലിക സഭകൾ ഒട്ടാൻ കുറഞ്ഞവരല്ല. ഇവിടുത്തെ ബ്രദറൻകാരും അതുപോലെ പ്രൊട്ടസ്റ്റന്റുകാരും ആ പെന്തക്കോസ്ത് സമൂഹമെല്ലാം വളരെ ദയനീയമായ നിലയിലാണ് ഇതിനെ പഠിപ്പിക്കുന്നത്. ലോകാവസാനം ഉണ്ടാകും, ഭൂമിയെ മുഴുവൻ കത്തിച്ചു കളയും, 4-5 പേര് അല്ലെങ്കിൽ 10 ക്രിസ്ത്യാനി അല്ലെങ്കിൽ 10 പെന്തക്കോസ്തുകാർ മാത്രം സ്വർഗത്തിൽ പോകും. ഇതാണ് ഇവരുടെ എല്ലാം പഠിപ്പീരുകള്. അപ്പൊ കൃത്യമായി ഇത്തരത്തിലുള്ള വിജ്ഞാനം വിരൽത്തുമ്പിലായ കാലഘട്ടത്തിൽ നാം ജീവിക്കുമ്പോൾ ഇതുപോലുള്ള പഠനങ്ങളും ഈ പഠനശാലകളിൽ നിന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന പഠനങ്ങൾ കൊണ്ട് മനുഷ്യനെ അവരുടെയൊക്കെ ഹൃദയങ്ങളിൽ മുറിവ് വെച്ച് കെട്ടേണ്ടതിന് പകരം അവരുടെ ഹൃദയത്തെ മുറിവാക്കി വിടുവാനേ പറ്റത്തുള്ളൂ ഈ സമൂഹത്തിന്. ഞാൻ അതുകൊണ്ടാണ് ഈ ലോകമെന്ന പദം തന്നെ എടുത്ത് ഇവിടെ സംസാരിക്കുന്നത്. ലോകമെന്ന പദം യഹൂദന്മാരുടെ സമൂഹത്തെ കുറിച്ചാണ്. ഇത് കൃത്യമായി ബൈബിൾ വായിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ പാസ്റ്റർമാർക്ക് അതാണ് ഇതുവരെ കണ്ണു തുറന്നിട്ടില്ല. ഇവിടുത്തെ സഭകൾക്ക് അത് കണ്ണു തുറന്നിട്ടില്ല. ഇവിടുത്തെ നമുക്ക് ഈ യുക്തിവാദികളും നിരീശ്വരവാദികളെയും പടച്ചുവിടുവാൻ പറ്റുന്ന ഒരു കൂട്ടമായി മാറി ക്രിസ്ത്യാനികള്, ക്രൈസ്തവത എന്ന് പറയുന്നത്. അപ്പൊ ഇത് യഥാർത്ഥമായി ക്രിസ്തുവിന്റെ രാജ്യത്തെക്കുറിച്ചും ക്രിസ്തു പഠിപ്പിച്ച സുവിശേഷത്തെക്കുറിച്ച് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഒരു മനുഷ്യൻ പോലും നഷ്ടപ്പെട്ടു പോകുകയില്ലായിരുന്നു. അപ്പം ഞാനിവിടെ പറഞ്ഞു, എന്താണ് ലോകം? യഹൂദന്മാരുടെ സമൂഹത്തോടുള്ള ബന്ധത്തിലാണ് ആ 13-ാം അധ്യായത്തിൽ കളയുടെ ഉപമയെക്കുറിച്ച് പറയുന്നത്. എന്നിട്ട് അവസാനം ഈ കളപ്പറയിൽ ശേഖരിക്കുന്ന ആ നല്ല വിത്തുകളെ രാജ്യത്തിന്റെ പുത്രന്മാരെന്നാണ് വിളിക്കുന്നത്. ആ രാജ്യത്തിന്റെ പുത്രന്മാർ തന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ ശോഭിക്കും എന്നാണ് കർത്താവ് യേശു പറഞ്ഞിരിക്കുന്നത്. മർക്കോസ് 9-ാം അധ്യായം 1-ാം വാക്യത്തിലും ദൈവരാജ്യം ശക്തിയോടെ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ ഈ നിൽക്കുന്നവരിലുണ്ടെന്ന് മത്തായി 16-ാം അധ്യായം 27-ഉം 28-ഉം വാക്യങ്ങളിലും ലൂക്കോസ് 9-ന്റെ 27-ലെല്ലാം കൃത്യമായി എഴുതിയിരിക്കുകയാണ്. അപ്പം ആ ലോകത്തിന്റെ അവസാനം, യഹൂദ സമൂഹത്തിന്റെ അവസാനത്തെക്കുറിച്ചാണ് ലോകമെന്ന, ലോകാവസാനം എന്ന പദം കൊണ്ട് ഉപയോഗിച്ചിരിക്കുന്നത്.
ഞാൻ നേരെ പറഞ്ഞല്ലോ, അബ്രഹാമിന്റെ സന്തതികളെ ആ കാലഘട്ടത്തിൽ വിശ്വാസ സമൂഹമായി കണ്ടിരുന്നു. അബ്രഹാമിന്റെ ഒറിജിനൽ വിശ്വാസികൾ എന്നുണ്ടായിരുന്നു. അവരെ അബ്രഹാമിന്റെ സന്തതികൾ എന്നാണ് വിളിച്ചത്. പിന്നീട് പിശാചിന്റെ മക്കളെ കർത്താവ് അതിസംബോധന, ഈ രണ്ടു കൂട്ടരെയും കർത്താവ് അതിസംബോധന ചെയ്തിട്ടുണ്ട്. ഇപ്പൊ യെരുശലേം ആലയിൽ നിന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞ ചില വചനങ്ങൾ നമുക്ക് വായിക്കാം. മത്തായി 23:14, 15, അതുപോലെ തന്നെ 29 മുതൽ 33 വരെയുള്ള വാക്യങ്ങളിലെല്ലാം കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പുരോഹിതന്മാരുമായി ഉള്ളവരേ, പാമ്പുകളെ, സർപ്പസന്തതികളെ, നിങ്ങൾക്ക് നരകപതി എങ്ങനെ ഒഴിഞ്ഞു പോകും? യഹൂദന്മാരുടെ മധ്യത്തിൽ നല്ലതും ചീത്തയും ഉണ്ടായിരുന്നു. അതായത് മത്തായി 13:47 മുതൽ 50 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ കാണുന്ന ലോകാവസാനം എന്ന് പറയുന്നത് കൊയ്ത്താണ്. ആ കൊയ്യുന്നത് ദൂതന്മാരാണെന്ന് പറയുന്നത്. ആരാണ് കൊയ്തത്? അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം മുതല് പത്രോസിനെ എഴുന്നേൽപ്പിച്ച് തന്റെ ശിഷ്യന്മാരായ അപ്പോസ്തലന്മാരെ എഴുന്നേൽപ്പിച്ച് കൊയ്ത്താരംഭിക്കുകയാണ്. അവരാണ് ദൂതന്മാര്. ആ നീണ്ട 40 വർഷം ന്യായപ്രമാണവും കർത്താവിന്റെ സുവിശേഷം, കർത്താവ് പറഞ്ഞ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷയും ഒരുമിച്ച് ഫംഗ്ഷൻ ചെയ്യുമ്പോൾ ന്യായപ്രമാണത്തെ ഈ കൊയ്ത്തിന്റെ സമയമാകുമ്പോൾ ഈ കളയെല്ലാം ന്യായപ്രമാണത്തിന് കീഴിലുള്ള ജനഗതിയെ, അവരെ വിശ്വാസികളായ കളക്ട് ചെയ്യേണ്ടതിനെ, ശേഷിപ്പിനെ കളക്ട് ചെയ്യുകയും ബാക്കിയുള്ളവരുടെ അവരുടെ ലോകാവസാനത്തിങ്കൽ തീയിലേക്ക് വീഴുകയും ചെയ്യുകയാണ്. ഏതാണ് തീ? അവിടെ യേശു കർത്താവ് ഒന്നുമല്ല തീ കത്തിച്ചത്. വെസ്പേസിന്റെ മകനായ ടൈറ്റസ് വന്ന് ദേവാലയത്തിൽ നിന്ന് 42 മാസം അവരെ ഉപരോധിക്കുകയും ദേവാലയത്തിന്റെ കല്ലിന്മേൽ ശേഷിക്കാതെ യേശു കർത്താവ് പറഞ്ഞതുപോലെ താൻ ജീവിച്ചിരിക്കുമ്പോൾ കല്ലിന്മേൽ ശേഷിക്കുകയില്ല, നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരുമെന്ന് ആ പറഞ്ഞ പ്രസ്താവന അവിടെ അനർത്ഥമാകുകയും ചെയ്തു. അപ്പം നാം കൃത്യമായി മനസ്സിലാക്കേണ്ടത് യഹൂദന്മാരുടെ ലോകത്തെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം പിന്നെ ബൈബിളിനകത്ത് അവൻ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ ശോഭിക്കും, പിതാവിന്റെ രാജ്യം ഇനി ഭാവിയില വരാനുള്ളതെന്നാണ് പൊതുവെയുള്ള ക്രൈസ്തവരുടെ പഠിപ്പീര്. പിതാവിന്റെ രാജ്യമെന്നും പുത്രന്റെ രാജ്യമെന്നും സ്വർഗരാജ്യമെന്നതും ദൈവരാജ്യമെന്നതും ഒന്ന് തന്നെയാണെന്ന് മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കട്ടെ. യഹൂദന്മാരുടെ ലോകത്തിന് ആരംഭമുണ്ട്, അവരുടെ ലോകത്തിനൊരു അവസാനമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, മിസ്രയീമിൽ നിന്ന് ജനത്തെ വിടുവിച്ചു കൊണ്ടുവന്നപ്പോൾ അവരുടെ ലോകത്തിന്റെ ആരംഭം തുടങ്ങിയത് അത് മോശയിലൂടെ അവരുടെ ലോകാരംഭം തുടങ്ങി. അത് അവസാനം യേശുക്രിസ്തുവിന്റെ കാലഘട്ടം കഴിഞ്ഞ് യേശുക്രിസ്തു കാൽവറിയിൽ മരിച്ചു കഴിഞ്ഞിട്ട് 40 വർഷം കൊണ്ട് അവരുടെ ലോകത്തിന്റെ അവസാനം സംഭവിക്കുകയാണ്. ഇതാണ് AD 70 നടന്നത്. അത് ലോക അവസാനത്തിൽ അവന്റെ ദേവാലയം ആ ഭൂമിയിൽ നിന്റെ മുഖത്തുനിന്ന് തന്നെ മാറ്റപ്പെട്ടു. അവന്റെ ന്യായപ്രമാണന്റെ എല്ലാ പ്രസക്തിയും നഷ്ടപ്പെട്ടു. അതിന്റെ ദൃശ്യപ്രതീകമായിരുന്ന ദേവാലയം നശിക്കപ്പെട്ടു. അപ്പൊ ഇതിനോടനുബന്ധിച്ചാണ് ലോകാവസാനം എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത് കൃത്യമായി നാം കണ്ടു. അപ്പം മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ കൃത്യമായി നമ്മൾ ആ ഭാഗങ്ങൾ വായിച്ചു. അതിനെ കൂടുതൽ നമുക്ക് പ്രതിപാദിക്കാനില്ല. ഞാൻ പറഞ്ഞു ആരാണ് ലോകം. ലോകമെന്ന് പറഞ്ഞത് ആ ലോകമെന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന യഹൂദന്മാരെ കുറിച്ചാണെന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. അത് മാത്രമല്ല, ഈ സമൂഹത്തോടെ മത്തായി 23:14, 15, 21 മുതൽ 33 വരെ 34, 36 വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഇതൊക്കെയും ഈ തലമുറ മേൽ വരുമെന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അതായത് അന്നുള്ള ആ തലമുറയുടെ മേൽ. ഇന്ന് നമ്മുടെ മേലിലാണോ? നമ്മളാണോ യേശു കർത്താവിനെ കൊന്നവരും സ്വന്തം പ്രവാചകന്മാരെ കൊന്നവരും? നമുക്കാണോ ന്യായവിധി ഉണ്ടാകേണ്ടത്? ഇന്ന് എല്ലാവർക്കും ന്യായവിധിയുണ്ട്. നിങ്ങളെല്ലാം ന്യായം വിധിച്ച് നരകത്തിൽ തള്ളൂന്ന് പറയുന്ന ഒരു പുതിയതല്ല, പഴയ പഠനങ്ങളാണ്. അപ്പൊ ഇതാണ് ഇന്നത്തെ കാലത്തെ ദൈവദാസന്മാരെല്ലാം നമ്മളെല്ലാം നരകത്തിന്റെ വിറകുള്ളിയാക്കി വെച്ചിരിക്കുക. കർത്താവ് കൃത്യമായി പറയും, ഇതൊക്കെയും കർത്താവ് ജനിച്ചത് 42 ജീനിയോളജിക്കൽ ക്രമപ്രകാരം കർത്താവ് ഭൂമിയിലേക്ക് ജനിച്ചത് 42ാമത്തെ തലമുറയിലാണെന്ന് മത്തായിയുടെ സുവിശേഷം ആ തലമുറയുടെ ആ ഭാഗങ്ങൾ എഴുതി വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം കർത്താവ് ജനിച്ച തലമുറ 42ാമത്തെ തലമുറയാണ്. ആ തലമുറ ഇതൊക്കെയും ഈ തലമുറ മേൽ സംഭവിക്കുമെന്ന് പറഞ്ഞാൽ കർത്താവിന്റെ ജനനം മുതൽ ദേവാലയ നാശം വരെയുള്ള ആ കാലഘട്ടത്തിൽ, അതായത് ന്യായപ്രമാണത്തിന്റെ അന്ത്യകാലഘട്ടത്തിൽ, ന്യായപ്രമാണം ഭൂമിയിൽ നിന്ന് നീങ്ങി മാറുന്ന ആ കാലഘട്ടത്തിൽ ഈ തലമുറ എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെയും വ്യഭിചാരവും ദോഷവുമുള്ള തലമുറയെന്ന് പലവട്ടം അവരെ കുറിച്ച് പറയുന്നുണ്ട്. വക്രതയും കോട്ടമുള്ള തലമുറ എന്ന് അവരെ കുറിച്ച് പറയുന്നുണ്ട്.
ആ അവർ അപ്പം ഇതെല്ലാം അവിടെ സംഭവിക്കേണ്ടത് ലൂക്കോസ് 17:25 പറയുന്ന ഇത് ആദ്യം അവൻ വളരെ കഷ്ടം അനുഭവിക്കുകയും ഈ തലമുറ അവനെ തള്ളിക്കളയുകയും വേണം. ഏത് തലമുറ അവനെ തള്ളിക്കളയുന്നത്? ഇന്നത്തെ തലമുറയാണ് യേശുക്രിസ്തുവിനെ തള്ളിക്കളയുന്നത്. ഇവിടെ സ്വീകരിച്ചില്ലെന്നുള്ളതേ ഉള്ളൂ. അന്ന് തള്ളിക്കളഞ്ഞത് ആരാണ്? യഹൂദനാണ്. അപ്പൊ അവരുടെ മേലിലാണ് ന്യായവിധി വരേണ്ടത്. പക്ഷെ ഇന്നത്തെ നിർഭാഗ്യവശാൽ നമ്മുടെ ക്രൈസ്തവരെല്ലാം എടുത്ത് പഠിപ്പിക്കുന്നത് എന്താണ്? സകല മനുഷ്യരുടെ മേലും, ഇവിടുത്തെ അക്രൈസ്തവന്റെ മേലും, ഇവിടുത്തെ ബ്രാഹ്മണരുടെ മേലും, ഇവിടുത്തെ ക്രിസ്ത്യാനി അല്ലാത്തവർ, ക്രിസ്ത്യാനികളെല്ലാം പോകുന്നില്ല. ബന്ധുക്കുസാർ പറഞ്ഞാൽ ഞങ്ങൾ മാത്രമേ സ്വർഗത്തിൽ പോത്തുള്ളൂ, ബ്രദറുകാരെ പറഞ്ഞാൽ ഞങ്ങൾ മാത്രമേ പോത്തുള്ളത്, ടിപിഎംകാർ പറഞ്ഞാൽ ഞങ്ങൾ 1,44,000 പേര് മാത്രമേ പോത്തുള്ളൂ. ഇപ്പൊ എന്തോ ഒരു മതത്തിന്റെ അപജയം എന്നല്ലാതെ എന്തോ പഠിപ്പിക്കുക, എന്തോ പറയാൻ പറ്റും? മതം ഇങ്ങനെയാണ് സഹോദര. മതം നമ്മളെ എപ്പോഴും മനുഷ്യന്റെ മനസ്സാക്ഷിയും മസ്തിഷ്കത്തെയും കാർന്നു തിന്നുന്ന കറുപ്പാണ്. ഇതാണ് കാറൽ മാർക്സ് പറഞ്ഞിരിക്കുന്നത്. ഈ മതം എപ്പോഴും നമ്മളെ എന്താണ് പഠിപ്പിക്കുന്നത്? നമ്മളെപ്പോഴും ഒരു ചെറിയ കൂട്ടം മാത്രമേ എല്ലാം ചക്രപ്പഴയുള്ളെന്ന്, അവരാണ് രക്ഷിക്കപ്പെട്ടത്, അവരാണ് കർത്താവിന്റെ മക്കള്, ബാക്കിയുള്ളവരെല്ലാം ലോകക്കാരാണ്, ലോകപ്രജാതികളാണ്. ഇതെവിടെ കിട്ടിയതൊക്കെ? നിങ്ങൾ ലൂക്കോസിന്റെ സുവിശേഷം 49 മുതൽ 51 വരെയുള്ള വാക്യങ്ങൾ കൃത്യമായി എടുത്തു പോയിട്ട് അവിടെയും പറയുന്നുണ്ട്, പ്രവാചകന്മാരെ കൊന്നവര്, സകല പ്രവാചകന്മാരെ കൊന്നവരുടെ രക്തം ഈ തലമുറയോട് ചോദിക്കും. യേശു ക്രിസ്തുവിന്റെ അല്ലെങ്കിൽ പഴയ നിയമത്തിലെ ഏതെങ്കിലും ഒരു പ്രവാചകന്മാരെ നമ്മൾ ആരെങ്കിലും കൊന്നോ? നിങ്ങളെടുത്ത് വായിര് ലൂക്കോസ് 11 49 51 വരെയുള്ള. അപ്പൊ ഏത് തലമുറയോടാണ് ഇതെല്ലാം ചോദിക്കേണ്ടത്? പ്രവാചകന്മാരെ കൊന്നവരുടെ തലമുറ, അവരുടെ രക്തത്തിന്റെ പ്രതികാരമാണ് അവരോട് ചോദിക്കുന്നത്. ഇവര് കൊന്ന ആ രക്തപ്രതികാരമാണ് ഇവരോട് ഈ തലമുറ, ആ അന്നത്തെ തലമുറയോട് ചോദിക്കുന്നത്. അപ്പോസ്തലന്മാരുടെയും പ്രവാചകന്മാരെയും അയച്ചവരുടെ മധ്യത്തിൽ അവരോട് കാണിച്ച അതിക്രമത്തിനും കൊലപാതകത്തിന്റെയും ആ രക്തപ്രതികാരമാണ് അവരോട് ചോദിക്കുന്നത്. അല്ലാതെ നമ്മൾ അപ്പോസ്തലന്മാരെ ആരും കൊന്നിട്ടുമില്ല, കൊല വിളിച്ചിട്ടുമില്ല. അപ്പൊ ആ സമൂഹത്തിന്റെ മധ്യേ ആണ് ലോകമെന്ന പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. യെരുസലേമേ യെരുസലേമേ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ തന്റെ ചിറകിൻ കീഴിൽ സൂക്ഷിക്കും പോലെ നിങ്ങളെ സൂക്ഷിപ്പാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സ് വന്നില്ല. ആ മനസ്സ് വരാത്ത സമൂഹത്തെയാണ്, ആ സമൂഹത്തെ ആണ് ഈ തലമുറ എന്ന് വിളിക്കുന്നത്. അല്ലാതെ ഇന്ന് കാണുന്ന ഒരു തലമുറയും പെട്ടവരല്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ദൈവദാസൻ എന്നെ വിളിച്ചിട്ട് സംശയം ചോദിക്കുക, 1948 മെയ് 14 ഇസ്രായേലിന്റെ രാജ്യം സ്ഥാപിച്ചു കൊടുത്തില്ലേ, അതായത് അത്തി തളർത്തല്ലോ. അപ്പൊ അന്ന് ജനിച്ചവര്, ആ തലമുറയിൽപ്പെട്ടവര്, അവര് മരിക്കുന്നതിന് മുമ്പ് കർത്താവ് വരുമെന്നാണ് പറഞ്ഞത്. ബൈബിളിനകത്ത് തലമുറയുടെ കണക്ക് പഠിക്കാൻ 40 വർഷമേ ഉള്ളൂ. അപ്പം ആ തലമുറയിലാണെങ്കിൽ 1988 മെയ് 14 വരണം. അത് ടിം ലിഹെ എന്ന് പറയുന്ന അമേരിക്കയിൽ പ്രസിദ്ധമായ 80ഓളം പുസ്തകങ്ങൾ എഴുതിയ ഒരു ദൈവദാസനുണ്ട്. അദ്ദേഹം 2016 മരിച്ചുപോയി. നിങ്ങൾ അദ്ദേഹത്തിന് വിക്കിപീഡിയയിലോ ഗൂഗിളോ കയറി നോക്കി 80ഓളം പുസ്തകങ്ങൾ എഴുതി. കൈവിടപ്പെട്ടു പോയാൽ പറഞ്ഞൊരു പുസ്തകത്തിന് അദ്ദേഹം എഴുതി 1988 മെയ് 14 കർത്താവ് വരുമെന്ന്. അവസാനം അയാൾ പ്രതീക്ഷിച്ചിരുന്നതല്ലാതെ കർത്താവും വന്നില്ല, ഒരു മനുഷ്യനും ഭൂമിയിലേക്ക് വന്നില്ല. അവസാനം കർത്താവ് വരാതെ നിരാശപ്പെട്ടിട്ട് വീണ്ടും അയാൾ 1989 കർത്താവ് വരുമെന്ന് പറഞ്ഞ് വീണ്ടും എഴുതി. യേശു കർത്താവ് വന്നില്ല. വളരെ നിരാശപ്പെട്ടു പോയ ആ മനുഷ്യൻ അദ്ദേഹം അവസാനം 2016 ഈ പുസ്തകമെല്ലാം വിറ്റ് കാശ് മേടിച്ചു, തന്റെ അക്കൗണ്ടിൽ കോടിക്കണക്കിന് ഒരു അക്കൗണ്ടിൽ സേവ് ചെയ്യുകയും ചെയ്തു. കർത്താവ് വരികയോ വന്നതുമില്ല. അപ്പൊ ഇത്തരത്തിലുള്ള അപജയങ്ങൾ ആരുടെ സമൂഹത്തോട് ബന്ധപ്പെട്ടാണ് ഈ കർത്താവിന്റെ വരവിനെ കുറിച്ച് പറയുന്നത് കൃത്യമായി മനസ്സിലാക്കുക. അത് യഹൂദന്മാരുടെ സമൂഹത്തിലായിരുന്നു കർത്താവിന്റെ വരവിന്റെ ആവശ്യകത തന്നെ. അവരുടെ ലോകത്തിന്റെ അവസാനമായിരുന്നു സംഭവിച്ചത്. അപ്പം മത്തായി 24 1, 2, 3 വാക്യങ്ങളിൽ കൃത്യമായി നിങ്ങൾ വായിക്കാം. നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളമെന്ത്? മത്തായി 10:23 കൃത്യമായി അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് അവിടെ കൃത്യം? മത്തായി 10:23 എന്താണ് പറയുന്നത്? കർത്താവ് തന്റെ 12 ശിഷ്യന്മാരെ ശുശ്രൂഷയ്ക്കായി അയക്കുമ്പോൾ, അതായത് ശുശ്രൂഷയുടെ ആദ്യത്തെ അല്ലെങ്കിൽ വാഹകരായ, സുവിശേഷവാഹകരായ അപ്പോസ്തലന്മാരെ കർത്താവ് അയച്ച് നിയോഗിച്ചിട്ട് പറയാണ്, നിങ്ങൾ ഇസ്രായേൽ പട്ടണങ്ങളെ സഞ്ചരിച്ചു തീരുവോളം മനുഷ്യപുത്രൻ തന്റെ രാജ്യത്തിൽ തീരുന്നതിന് മുമ്പ് മനുഷ്യപുത്രൻ തന്റെ രാജ്യത്തിൽ മടങ്ങി വരും. ഞാനതാ പറഞ്ഞ മത്തായി 10:23 ദൈവരാജ്യം സംബന്ധിച്ച് സുവിശേഷം പറയുവാനായിട്ട് തന്റെ ശിഷ്യന്മാരെ ഭൂമിയിലേക്ക് അയച്ചിട്ട്, അല്ലെങ്കിൽ ഇസ്രായേലിന്റെ മധ്യത്തിലേക്ക് അയച്ചിട്ട്
മനുഷ്യപുത്രൻ എന്താണ് പറയുന്നത്? നിങ്ങൾ ശബരിയുടെ പട്ടണത്തിൽ പോകരുത്, ജാതികളുടെ അടുക്കൽ പോകരുത്, കാണാതെ പോയ ആടുകളുടെ അടിക്കലേക്കല്ലാതെ ഞാൻ നിങ്ങളെ അയക്കുന്നില്ല. എന്നിട്ട് അവിടുത്തെ മനുഷ്യപുത്രൻ തന്റെ രാജ്യത്തിൽ തന്റെ രാജ്യത്തിൽ മടങ്ങി വരുമോ? മനുഷ്യപുത്രൻ രാജ്യത്തിൽ നിന്നില്ല, മനുഷ്യപുത്രൻ മടങ്ങി വരുവോളം നിങ്ങൾ ഇസ്രായേൽ പട്ടണങ്ങളെ സഞ്ചരിച്ച് തീരുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നിങ്ങൾ ആ വാക്യം എവിടെ കൊണ്ട് ഒപ്പിക്കുന്നേ? മത്തായി 10:23 നിങ്ങൾ സത്യസന്ധമായി വചനം പഠിക്കുന്ന ഒരു വ്യക്തിയെ എന്നെ കളിയാക്കിയിട്ടോ ആക്ഷേപിച്ചിട്ടോ ദുരുപദേശകൻ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളെടുത്ത് പഠിക്കേ. മത്തായി 10:20 കർത്താവ് തന്റെ 12 ശിഷ്യന്മാരെ നിയോഗിച്ചയക്കുകയാണ് ദൈവരാജ്യം പ്രസംഗിക്കാൻ. ദൈവരാജ്യം പ്രസംഗിച്ചിട്ട് കർത്താവ് അവരോട് പറയണം, മനുഷ്യപുത്രൻ മടങ്ങി വരുവോളം നിങ്ങൾ ഇസ്രായേൽ പട്ടണങ്ങളെ സഞ്ചരിച്ച് തീരുകയില്ലെന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അപ്പൊ ഇന്ന് ആ 12 ശിഷ്യന്മാരിൽ ആരെങ്കിലും ഒരാൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എനിക്കൊന്ന് കാണിച്ചതാ. 16:27 മത്തായി 16:27 മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിൽ വരും, തന്റെ ദൂതന്മാരുമായി വരും. മനുഷ്യപുത്രൻ തന്റെ രാജ്യത്തിൽ മടങ്ങി വരുന്നത് കാണുവോളം ഭരണം ആസ്വദിക്കാത്തവർ ചിലർ ഈ നിൽക്കുന്നവരിലുണ്ടെന്ന്. അപ്പം യേശു കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ ഇതിനെപ്പറ്റി ഡിബേറ്റബിളും വിവിധ പ്ലാറ്റ്ഫോമുകളിൽ ചർച്ച നടത്തി. അവരുടെയൊക്കെ വ്യാഖ്യാനം കിട്ടിട്ട് ചിരിക്കുകയല്ലാതെ ഒന്നും പറയാൻ പറ്റുന്നില്ല. പച്ചയായി കർത്താവ് ആണയിട്ട് പറയുകയാണ്, മനുഷ്യപുത്രൻ തന്റെ രാജ്യത്തിൽ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ ഈ നിൽക്കുന്നില്ലുണ്ടെന്ന് തന്റെ ഓഡിയൻസിനെ നോക്കി കർത്താവ് പറയുകയാണ്. കർത്താവ് ആ 10,000 വർഷം കഴിഞ്ഞിട്ട് പറയുന്ന ഓഡിയൻസിനാണെന്ന് പറയുന്നത്. തന്റെ കൂടെ നിൽക്കുന്ന ശിഷ്യന്മാരോടും ആ സമൂഹത്തോടുമാണ് പറയുന്നത്. അല്ലെന്ന് തെളിയിക്കാൻ ആർജവമുള്ള പാസ്റ്റർമാരോടോ ഏത് പുരോഗതിരമെന്ന് തെളിയിക്കട്ടെന്നേ. നിങ്ങൾക്ക് ചുണയുണ്ടോ? ഞാൻ വെല്ലുവിളിക്കുന്നു. നിങ്ങൾക്ക് അത് കർത്താവ് പറഞ്ഞ പ്രസ്താവന അല്ലെന്ന് പറയുകയാണെങ്കിൽ ഞാൻ ക്രിസ്ത്യാനിത്വം ഉപേക്ഷിച്ച് പോയിക്കളാം. മനുഷ്യവർഗത്തെ തെറ്റിക്കുന്നതിനും കാലങ്ങളായി ഈ മനുഷ്യന്റെ ബുദ്ധിയെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള പഠനങ്ങൾ കൊണ്ടുവച്ച് ഇപ്പൊ യേശു കർത്താവ് കള്ളം പറയും, ആണയിട്ട് പറയാണ്. മനുഷ്യപുത്രൻ അല്ലെങ്കിൽ ദൈവപുത്രൻ എന്ന് ആണയിട്ട് പറയുന്ന കാര്യത്തെ വിശ്വസിക്കാൻ വയ്യാത്ത മനുഷ്യന്റെ ബുദ്ധിയെ കെട്ടിവെച്ചിരിക്കുന്ന ഇത്തരത്തിലുള്ള അബദ്ധജടിലമായ പഠനങ്ങൾ മനുഷ്യപുത്രക്കോട് നിങ്ങൾക്ക് മനുഷ്യനോടും ദൈവത്തോടും ഒരു കൂറുമില്ല. നിങ്ങൾ കാണിക്കുന്നതാണ് ദൈവക്രോധം. നിങ്ങളുടെ മേലിലാണ് ദൈവക്രോധം വിഴുന്നു വരുന്നത്, എന്റെ മേലിലല്ല. നിങ്ങൾ ഈ അബദ്ധത്തിൽ ചെന്ന് ഞാടരുത്. നിങ്ങൾ സത്യസന്ധമായി വചനത്തെ മനസ്സിലാക്ക്. എന്താണ് അവിടെ പറയുന്നത്? നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത്? മത്തായി 10:23 ഞാൻ പറഞ്ഞു, മനുഷ്യപുത്രൻ തന്റെ രാജ്യത്തിൽ മടങ്ങി വരുന്നത് കാണുവോളം, അല്ലെങ്കിൽ മനുഷ്യപുത്രൻ മടങ്ങി വരുന്നത് വരെ നിങ്ങൾ ഇസ്രായേൽ പട്ടണങ്ങളെ സഞ്ചരിച്ച് തീരുകയില്ല. ആര്? ഈ 12 ശിഷ്യന്മാര്. അപ്പൊ അവരുടെ ജീവിതകാലത്ത് തന്നെ യേശുക്രിസ്തു അവരുടെ മധ്യേ വെളിപ്പെടണം. ആരുടെ മധ്യേ? യഹൂദന്മാരുടെ മധ്യേ വെളിപ്പെടണം. അതിന് പറോസ്യ എന്ന് പറയുന്ന വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, പ്രത്യക്ഷത. ആ ഗ്രീക്ക് വേർഡ് പറോസ്യ എന്നാണ്. ആ പ്രത്യക്ഷത അവരുടെ സമൂഹത്തിൽ തന്നെ അവരത് അനുഭവിച്ചു, അവരത് കണ്ടു, അവരുടെ വീണ്ടെടുപ്പ് പൂർത്തിയായി. കാരണം യേശു കർത്താവ് വന്ന് സുവിശേഷം പൊതുവെ പെരിഫറലായിട്ട് പറഞ്ഞു. കർത്താവ് ആധികാരികമായി പുതിയ നിയമത്തെ കുറിച്ചല്ല പറഞ്ഞത്. കർത്താവ് വന്ന് എന്താണ് പറഞ്ഞത്? കൊരിന്ത്യലേഖനം 1 കൊരിന്ത്യർ 15-ാം അധ്യായം അതിന്റെ 1 മുതൽ താഴോക്ക് നമ്മൾ വായിക്കുമ്പോൾ കർത്താവ് എന്താണ് പറഞ്ഞത്? തിരുവെഴുത്തുകളെ കുറിച്ചുള്ള ആ തിരുവെഴുത്തിൻ പ്രകാരം അവൻ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഏതാണ് തിരുവെഴുത്ത്? പഴയ നിയമ തിരുവെഴുത്തുകളിലാണ് അദ്ദേഹത്തെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പൊ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നതും ന്യായപ്രമാണ സംബന്ധമായ വിഷയങ്ങളോടനുബന്ധിച്ചാണ് കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറയുന്നതെല്ലാം. കൃത്യമായി ന്യായപ്രമാണത്തിന്റെ അവസാനത്തിൽ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ മരിക്കുന്നതിന്റെ തലേ രാത്രിയിലാണ് പുതിയ നിയമം സ്ഥാപിക്കുന്നത്. അല്ല, കർത്താവിന്റെ 3 വർഷത്തെ ശുശ്രൂഷ സമയത്തെല്ലാം കർത്താവ് യഹൂദന്മാരുടെ മധ്യത്തിൽ പറഞ്ഞു പോയതെല്ലാം പഴയ നിയമ തിരുവെഴുത്തുകളുടെ ആ നിവർത്തീകരണം നടക്കേണ്ടതിന് വേണ്ടിയാണ് കാര്യങ്ങളെ സംസാരിച്ചത് മുഴുവൻ. അപ്പോൾ തന്റെ നിയമത്തെ വ്യവസ്ഥാപിതമായി സ്ഥാപിക്കുന്നത് കർത്താവിനെ കാണിച്ചു കൊടുക്കുന്നതിന്റെ തലേ രാത്രിയിൽ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലുകി, എന്റെ ശരീരം ആകുന്നു. ഇതൊരു പാനപാത്രം എടുത്തവൻ പറഞ്ഞു, ഇതെന്റെ രക്തത്തിന് പുതിയ നിയമമാകുന്നു. അന്നത് സ്ഥാപിച്ചെങ്കിലും അന്നത് കർത്താവ് പറഞ്ഞിട്ട് പോകണമെങ്കിൽ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലാണ് അതിന്റെ പ്രവൃത്തി ആരംഭിക്കുന്നത്.
അത് ഫംഗ്ഷൻ ചെയ്യുന്നത് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം മുതലാണ്. അപ്പൊ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം മുതൽ അപ്പോസ്തലനായ പത്രോസിനെ എഴുന്നേൽപ്പിച്ച് ഈ സമൂഹത്തിൽ നിന്ന് ഒരു ശേഷിപ്പിനെ മാറ്റുകയാണ്. ഒറ്റപ്രസംഗത്തിൽ 3000, പിന്നീട് 5000, അങ്ങനെ അപ്പോസ്തലന്മാരുടെ പ്രവർത്തന ഫലമായി ഒരു കൂട്ടം ജനം, ഒരു കൂട്ടം സമൂഹം ക്രിസ്തുവിങ്കിലേക്ക് വരികയാണ്. അത് അവര് പഴയ നിയമത്തിൽ ആവർത്തനം 32:20 പറഞ്ഞിരിക്കുന്നു, അവർ വക്രതയും കോട്ടമുള്ള തലമുറയായിരുന്നു. യഹൂദന്റെ അന്തം എന്തായിത്തീരും? അവർ വക്രതയും കോട്ടമുള്ളവരായിത്തീരും. അവരുടെ അന്തത്തിൽ അവരിൽ നിന്ന് രക്ഷിക്കപ്പെടുവെന്നാ പറഞ്ഞിരിക്കുന്ന പത്രോസ്. വക്രതയും കോട്ടമുള്ള ഈ സമൂഹത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുവേൻ. ഏത് സമൂഹം? ഇന്ന് വക്രതയും കോട്ടമുള്ള തലമുറയാണോ നമ്മളാരെങ്കിലും? അന്നത്തെ സമൂഹത്തിന്, അന്നത്തെ യഹൂദന്മാരുടെ സമൂഹത്തെ വക്രതയും കോട്ടമുള്ള സമൂഹം. കാരണം അവന്റെ ന്യായപ്രമാണത്തിന്റെ അവസാന കാലഘട്ടത്തിൽ അവര് വക്രതയും കോട്ടമുള്ള തലമുറയായി മാറുമെന്ന് മോശ ആവർത്തന പുസ്തകം 32-ാം അധ്യായം 20-ാം വാക്യത്തിൽ എഴുതി വെച്ചിരിക്കുക. ഇവരെ ഉദ്ദേശിച്ചാണ് പത്രോസ് പറയുന്നത് വക്രതയും കോട്ടമുള്ള തലമുറയെന്ന്, അല്ലാതെ നമ്മെക്കുറിച്ചല്ല. അപ്പൊ വചനം വായിക്കുമ്പോൾ കൃത്യമായി വചനം വായിക്കാതെ ഏതെങ്കിലും പാസ്റ്റർമാരെ പുൾപിറ്റിൽ നിന്ന് തള്ളി അവൻ തലയിൽ കൈയും വെച്ച് അടിച്ചിട്ട് നീ അഭിഷേകം ഇതല്ല സുവിശേഷം. സത്യസന്ധമായി സുവിശേഷം അനുസരിക്കണമെങ്കിൽ ദൈവവചനത്തെ കൃത്യമായി പഠിക്കുക, ധ്യാനിക്കുക. അപ്പൊ കൃത്യമായി നാം മനസ്സിലാക്കേണ്ടത് മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിലും എല്ലാം കൃത്യമായി അതിന്റെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മർക്കോസിന്റെ സുവിശേഷത്തിലും എല്ലാം എന്താണ് ശിഷ്യന്മാരുടെ അവസ്ഥ എന്തായിരുന്നു? അവരെല്ലാം കൊല്ലാനും അവരെല്ലാം നശിപ്പിക്കാനും അവരുടെ എല്ലാം പുറകെ പോയി യഹൂദന്മാർ എന്തുവാണ് അവരെ ആക്രമിക്കുകയായിരുന്നു. ഏത് അപ്പോസ്തലനെ അവർ കൊല്ലാതെ വിട്ടത്? പഴയ നിയമത്തിലെ ഏത് പ്രവാചകന്മാരെയാണ്? യെരമ്യാവിനെ അവർ കൊന്നില്ലേ? യെശയ്യാവിനെ കൊന്നില്ലേ? മേജർ പ്രോഫറ്റിനെ എല്ലാം അവര് കൊന്നില്ലേ? ഏതെങ്കിലും പഴയ നിയമത്തിലെ അവരെ ഉദ്ധരിപ്പിക്കാൻ വന്ന് അവരുടെ ഏതെങ്കിലും പ്രവാചകന്മാരെ അവർ വെറുതെ വിട്ടോ? അപ്പൊ എന്താണ് സത്യസുവിശേഷം? എന്താണ് സത്യസുവിശേഷം? യഹൂദന്മാരുടെ സമൂഹത്തിനുണ്ടാകുന്ന അവരുടെ ലോകത്തിന്റെ അവസാനത്തെ കുറിച്ചാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഇനി ഒരു ലോകം ഉണ്ടാകുമെന്ന്, ലോകാവസാനം ഉണ്ടാകുന്ന എനിക്ക് ബൈബിളിൽ നിന്ന് മനസ്സിലായില്ല. എബ്രായ ലേഖനം 9:26 അവൻ ലോകാവസാനത്തിങ്കിൽ ഒരിക്കൽ വെളിപ്പെട്ടു എന്ന് എഴുതിയിരിക്കുന്നത്. ഏത് ലോകത്തിന്റെ അവസാനത്തിൽ? കർത്താവ് ജനന സമയം പോലും ലോകാവസാനത്തിലായിരുന്നു. ഇന്നിനി ലോകാവസാനിക്കെന്നാ പറയുന്നത്. എബ്രായ ലേഖനം 9:26 നിങ്ങളുടെ പുസ്തകം ഉണ്ടോ? നിങ്ങളുടെ കയ്യിലുണ്ടോ? എടുത്തത് വായിച്ചു നോക്ക്. യേശുക്രിസ്തു ഭൂമിയിൽ ജഡത്തിൽ വന്നത് തന്നെ ലോകാവസാനത്തിലാണെന്നാ പറയുന്നത്. എബ്രായ ലേഖനം 9:6. എന്നെ വിമർശിക്കുന്നവരും കമന്റ് എഴുതുന്നവരും കമന്റ് തൊഴിലാളികളും എന്നെ കേട്ടെന്ന് മനസ്സിലാക്ക്. സഹോദര, അവൻ വെളിപ്പെട്ടതുപോലും, ഭൂമിയിൽ വെളിപ്പെട്ടതുപോലെ അവൻ ലോകാവസാനത്തില. അപ്പം കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോ അപ്പോസ്തലനായ പൗലോസ് AD 55 കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ കൊരിന്ത്യർക്ക് ലേഖനം എഴുതി 1 കൊരിന്ത്യർ 10-ാം അധ്യായം 10-ാം വാക്യത്തിൽ ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി ഇത് എഴുതുന്നു. കൊരിന്ത്യ സഭയ്ക്ക് ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന പറയുന്നത്. കാരണം 55-ലാണ് AD 55-ലാണ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുന്നത്. കാരണം അവർക്ക് വരാൻ പോകുന്ന ഒരു ശീഘ്രനാശത്തെ ആ സമൂഹത്തിന് സംഭവിക്കാൻ പോവുകയാണ്. അപ്പൊ കൊരിന്ത്യർക്കല്ലേ അത് എഴുതിയെന്ന് വേണേ പറയും. ഇപ്പൊ നമ്മുടെ പിതാക്കന്മാരെല്ലാം മേഘത്തിൽ കൂടി സ്നാനപ്പെട്ടെന്ന് കൊരിന്ത്യ ലേഖനത്തിൽ. അപ്പൊ ഏത് പിതാക്കന്മാരാ അവിടെ കൊരിന്ത്യയിലുള്ള ആരുടെ പിതാക്കന്മാരാ മേഘത്തിൽ കൂടി സ്നാനപ്പെട്ടത്? അപ്പൊ അവിടെ പറഞ്ഞിരിക്കുന്നത് കൃത്യമായി യഹൂദന്മാരുടെ സമൂഹത്തെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ യഹൂദന്മാരുടെ സമൂഹത്തിന് പോലും അവരുടെ ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക്, ആ സമൂഹത്തിന് AD 55 പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പോലും ഇത് ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി ഇത് എഴുതുന്നു. കാരണം വീണ്ടും പത്രോസിന്റെ ലേഖനത്തിൽ പറയുകയാണ്, ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ. ഇപ്പൊ ന്യായവിധി അവരുടെ ഇടയിൽ നടക്കാൻ പോവുകയാണ്. പഴയതാകുന്നതും ജീർണിക്കുന്നതും നീങ്ങിപ്പോകുവാൻ സമയം അടുത്തിരിക്കുന്നു എന്ന് എബ്രായ ലേഖനം 8:13 പറയുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത് ഈ AD 55 AD 65 കാലഘട്ടത്തിൽ 65-ലാന്ന് തോന്നുന്നു. AD 55 കഴിഞ്ഞിട്ടാണ് എബ്രായ ലേഖനം എഴുതുന്നത്. അപ്പം ആ എബ്രായ ലേഖനം എഴുതുമ്പോഴൊക്കെയും AD 65-ലാന്ന് തോന്നുന്നു. AD 65-ലാന്ന്, എന്റെ തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. അപ്പം ആ കാലഘട്ടത്തിൽ അവർക്കും അവരുടെ പഴയതാകുന്നതും ജീർണിക്കുന്നതും നീങ്ങിപ്പോകാൻ സമയമെടുത്തിരിക്കുന്നു. കാരണം ന്യായപ്രമാണത്തെ ഭൂമിയിൽ നിന്ന് നീക്കിയിട്ട് വേണം ദൈവത്തിന്റെ രാജ്യം ഭൂമിയിൽ സ്ഥാപിക്കാൻ. ദൈവരാജ്യം ഭൂമിയിൽ വെളിപ്പെടണം.
ഇപ്പം ദൈവരാജ്യം അവിടെവിടങ്ങളിൽ വെളിപ്പെട്ടു. പക്ഷേ അത് ശക്തിയോടെ വെളിപ്പെടണമെങ്കിൽ ന്യായപ്രമാണം നിലനിൽക്കുന്നിടത്തോളം കാലം അത് വെളിപ്പെടുകയില്ല. ന്യായപ്രമാണം നീങ്ങി മാറണം. എന്നാ ചോദിക്കും, ദൈവരാജ്യം നമുക്ക് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ദൈവരാജ്യം ഭൂമിയിൽ വെളിപ്പെട്ടെങ്കിൽ അതൊന്നും അതിന്റെ സ്വഭാവ ഗുണങ്ങളൊന്നും കാണുന്നില്ലല്ലോ. ദൈവരാജ്യം സഹോദര, അത് നീതിയും സമാധാനവും പരിശുദ്ധ ഉറുകയിൽ നാം അനുഭവിക്കുന്ന സന്തോഷമാണ്. അത് നമ്മുടെ ഉള്ളാണ് അനുഭവിക്കേണ്ടത്. അല്ല രാജ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രിസ്ത്യാനികളെല്ലാം പഠിപ്പിക്കുന്നത് എന്താണെന്ന്, ഇസ്രായേലിൽ ഇപ്പം യുദ്ധങ്ങൾ നടന്നിരിക്കുകയാണ്. ആ യുദ്ധത്തിന് ഈ സമയങ്ങളാകുമ്പോഴെല്ലാം യുദ്ധം എവിടെങ്കിലും ഒന്ന് യുദ്ധം നടന്ന ഉടനെ കർത്താവിന്റെ വരവാന്ന് പറഞ്ഞ് കൊട്ടിക്കോഷിക്കുന്ന അച്ചാച്ചന്മാരുണ്ട്. അവർ പറഞ്ഞോട്ടെ, അത് നമ്മുടെ ജോലിയല്ല. അപ്പൊ ഇസ്രായേലിന്റെ മധ്യത്തിൽ കൃത്യമായി ആ ലോകാവസാനം സംഭവിച്ചു. അത് AD 70 സെപ്റ്റംബർ മാസം 7-ാം തീയതി കല്ലിന്മേൽ ശേഷിക്കാത്ത അത് എല്ലാം നിവൃത്തിയായി. നിങ്ങളിനി എത്ര കടന്ന് നിലവിളിച്ചാലും അലറിയാലും കൂകിയാലും യേശുക്രിസ്തുവിന്റെ ദൈവരാജ്യം പഠിപ്പിക്കാത്തതും പ്രസംഗിക്കാത്തതും സുവിശേഷമല്ല. നിങ്ങളുടെ ധനാഗമന മാർഗവും കള്ളപ്രവചനം പറഞ്ഞ് ധനം സമ്പാദിക്കാമെന്നുള്ളതല്ലാതെ നിങ്ങളെ ഒന്നും, കാരണം നിങ്ങൾ ഈ തലമുറ രക്ഷപ്പെട്ടു പോകും. അടുത്ത നിങ്ങളുടെ തലമുറയുണ്ടല്ലോ, നിങ്ങൾ സത്യസുവിശേഷത്തിന്റെ കീഴിൽ വന്നില്ലെങ്കിൽ, യേശുക്രിസ്തു പഠിപ്പിച്ച ദൈവരാജ്യത്തിൽ നിങ്ങൾ ആ ദൈവരാജ്യത്തിന്റെ സുവിശേഷം നിങ്ങൾ പ്രസംഗിച്ചില്ലെങ്കിൽ, ഇവിടെ തോമസ് മാമനും അപ്പച്ചനും സജു ചാത്തനും എല്ലാം ദാ വരുന്നേ ദോ പോകുന്നതെന്ന് പറഞ്ഞ് സുരേഷ് ഗോപി പറയുന്നത് പോലെ കുറെ നാളുകൊണ്ട് പ്രസംഗിക്കാൻ തുടങ്ങി. MA വർഗീസ് പാസ് കച്ചുകെട്ട് ഇറങ്ങിയിട്ടുണ്ട്. 2028 കർത്താവ് വരുമെന്ന്, 2015 കർത്താവ് വരുമെന്ന് അദ്ദേഹം തന്നെ ഞങ്ങളുടെ സഭയിൽ വന്ന് പ്രസംഗിച്ചത്, ബ്ലഡ് മൂൺ ഉണ്ടാകുമ്പോൾ. അപ്പം ഇത്തരത്തിലുള്ള അബദ്ധജടിലമായ പഠനങ്ങളിൽ നിന്ന് മാറി നിന്ന് യഹൂദന്റെ ലോകം അവസാനിച്ച് കൃത്യമായി ഇന്ന് നമ്മൾ ജീവിക്കുന്നത് ദൈവരാജ്യത്തിലാണ്. നാം ഇന്ന് അധിവസിക്കുന്ന ഭൂമിയിൽ ദൈവം മനോഹരമായ പ്ലാനറ്റ് നമുക്ക് നൽകിയിരിക്കുന്നത്. അതിൽ നമ്മൾ സന്തോഷിച്ച് ആനന്ദിച്ച് ദൈവകൃപയിൽ ആശ്രയിച്ച് മുന്നേറുവാനും അതിൽ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി. കാരണം റോമർ 5:17 പറയുന്നത് ഇങ്ങനെയാണ്, കൃപയുടെയും നീതിദാനത്തിന്റെ സമൃദ്ധി ലഭിച്ചവർ യേശുക്രിസ്തു എന്ന ഏക നിമിത്തം നാം ഏറ്റവും അധികം ജീവനിൽ വാഴാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ജീവനിൽ വാഴി ജീവിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഷോർട്ട് വീഡിയോ നിങ്ങൾക്ക് ദഹിക്കത്തില്ലെന്ന് എനിക്കറിയാം. ഇവിടുത്തെ ഒരു പണ്ഡിതനും ഇവിടുത്തെ ഒരു പാസ്റ്റർക്കും ഇത് ദഹിക്കത്തില്ലെന്ന് എനിക്കറിയാം. കാരണം ദൈവവചനത്തെ നിങ്ങള് ദാ വരുന്നേ ദോ പോകുന്നതെന്ന് പറഞ്ഞ് കളിപ്പിച്ച് മനുഷ്യനെ കബളിപ്പിച്ച് അവരുടെ മസ്തിഷ്കത്തെ കയറി നിങ്ങൾ ആണിയടിച്ചു വെച്ചിരിക്കുക. ഇതിനോട് ഇത് ഞാൻ ദൈവം കണക്ക് ചോദിക്കുന്നെന്ന് എനിക്ക് പറയാൻ ഞാൻ ആളല്ല. ദൈവം ആരെ ന്യായം വിധിക്കുന്ന ദൈവം, കൊല്ലുന്ന തിന്നുന്ന ദൈവമല്ല. പക്ഷേ നിങ്ങൾ ഈ പോഷ്ക്ക് പറയുന്നത് വളരെ ദൈവവചനത്തോട് ഒരു അംശമെങ്കിലും നീതി പുലർത്തുന്ന സഹോദരങ്ങളെ. ഇതിന് ഓഡിയൻസ് റെലവൻസി ഉണ്ട്, കോണ്ടംപററി ഓഡിയൻസ് ഉണ്ട്, ഹെർമനോട്ടിക്സ് പദാനുപദമായി അതിനുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. അതിന് പദാനുപദമായി നമ്മൾ പഠിക്കണം. അല്ലാതെ പുസ്തകത്തെ എടുത്തു വെച്ച് നമ്മൾ ഏതപ്പോ കോതമംഗലം എന്ന് വായിക്കുന്നത് പോലെ അല്ല ബൈബിൾ വായിക്കേണ്ടത്. ഇത് പറഞ്ഞൊരു ഓഡിയൻസ് ഉണ്ട്, അത് കേട്ടിരിക്കുന്ന ഒരു ഓഡിയൻസ് ഉണ്ട്. കത്തെഴുതുമ്പോൾ ആ ഓഡിയൻസിന് കത്തെഴുതിയിട്ടുണ്ട്. ആ ഓഡിയൻസ് ആരായിരുന്നു എന്ന് ശ്രദ്ധിക്കാൻ നിങ്ങൾക്കൊരു മനസ്സുണ്ടാകട്ടെ. ഇത് ബൈബിള് വായിച്ചാൽ നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ രാമായണം വായിക്കുന്ന പോലെ ബൈബിൾ വായിക്കുന്നത് അങ്ങനെയല്ല സഹോദര. നിങ്ങൾ പദാനുപദമായി ബൈബിളിനെ കൃത്യമായി നിങ്ങൾ അതിനെ പദാനുപദമായി പഠിക്കുക. ആരോട് പറഞ്ഞു, എപ്പോൾ പറഞ്ഞു, എന്തിനു പറഞ്ഞു, കോൺടെസ്റ്റ് ഇല്ലേ, പ്രീ ടെസ്റ്റ് ഇല്ലേ? മത്തായി 24 പറഞ്ഞിരിക്കുന്നത് മുഴുവൻ ആ സമൂഹത്തോടാണ് പറഞ്ഞിരിക്കുന്നത്. യേശുവിന്റെ കാലത്തുള്ള സമൂഹത്തോട്, അവരുടെ ലോകം അവസാനിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ യുഗം അവസാനിക്കുന്നതിനെ കുറിച്ച്. എന്നിട്ട് പറയുന്നു കർത്താവിന്റെ കാലഘട്ടത്തിൽ ദിസ് ഏജ് എന്ന് പറഞ്ഞു, ഈ കാലത്തിലും വരുവാനുള്ള കാലത്തിലും ഒലാം ഹസൈ ഒലാ ഹബ എന്ന് ഗ്രീക്കിൽ പറഞ്ഞിരിക്കുന്നു. ഈ കാലത്തിലും വരുവാനുള്ള കാലവും. അല്ല ഡാർബിയുടെ ഡിസ്പെൻസേഷൻ ഒന്നും അന്ന് പറഞ്ഞില്ല. ഇതെല്ലാം ഡാർബിയുടെ ബ്രദറൻകാരുടെ വേസ്റ്റാണ് ഇന്നത്തെ ക്രൈസ്തവർ ചുമക്കുന്നത്. അത് അപ്പോസ്തോലിക സഭകളാണെങ്കിലും പെൻറ്റക്കോസ്റ്റൽ സമൂഹമാണെങ്കിലും. ഇത് ബ്രദറൻകാരൻ പ്ലിബത്ത് ഒരു ദൈവദാസൻ ജയൻ ഡാർബി എന്ന് പറയുന്ന ഒരു അച്ചാച്ചൻ കൊണ്ടുവച്ച ഒരു പഠനമാണിത്. 190 വർഷമായി ക്രൈസ്തവരുടെ മേളിൽ വെച്ചിരിക്കുന്ന ഒരു ബന്ധനമാണ്. ഞങ്ങളെ പോലുള്ളവർ ആ ബന്ധനം പൊട്ടിച്ച് ഞങ്ങൾക്ക് ശുശ്രൂഷ വേണ്ടെന്നേ, ഞങ്ങൾക്ക് ശുശ്രൂഷ വേണ്ട, ഞങ്ങളെ ആരും ശുശ്രൂഷയ്ക്ക് വിളിക്കണ്ട, ഞങ്ങൾക്ക് പ്ലാറ്റ്ഫോം അടിച്ച് തകർക്കണ്ട
പക്ഷെ ദൈവത്തിന്റെ വചനത്തെ മായം ചേർക്കാനും അതിനകത്ത് കലർപ്പ് ചേർക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല. വിളിച്ചില്ലേ വേണ്ടെന്നേ. നാളെ ഒരു സമൂഹം എഴുന്നേക്കുന്നേ. ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. നിങ്ങളിന്ന് ഓടുന്നതെല്ലാം നിങ്ങളുടെ ഓട്ടം നിൽക്കും. ഞങ്ങളെ ഈ ഭൂമിയുടെ എല്ലാ ദിക്കുകളിലും ഞങ്ങൾ പറയുന്ന ഈ സുവിശേഷം കേൾക്കാൻ, എറ്റേണൽ ഗോസ്പല്, കർത്താവിന്റെ നിത്യസുവിശേഷം കേൾക്കാൻ, കർത്താവ് ദൈവരാജ്യം സംബന്ധിച്ച വിഷയങ്ങളെ യേശു കർത്താവ് അപ്പോസ്തലന്മാർ ദൈവരാജ്യം വിട്ട് എന്തെങ്കിലും പ്രസംഗിക്കും. നിങ്ങൾ ആരെങ്കിലും ദൈവരാജ്യം പ്രസംഗിക്കുന്നുണ്ടോ? ഇതിനകത്ത് നിങ്ങൾ സത്യസന്ധമായി എന്നെ ഇന്നല്ല നാളെ കേൾക്കുന്നവരായാലും ആരെങ്കിലും ഒരാൾ ദൈവരാജ്യം സംബന്ധിച്ച് സുവിശേഷം പറയുന്നുണ്ടോ? യേശു ക്രിസ്തുവിന്റെ ഫോർണറായി വന്ന അപ്പോസ്തലനായിരുന്ന, അല്ലെങ്കിൽ യോഹന്നാൻ തന്നെ സ്നാനപ്പെടുത്തിയ, യേശുവിനെ സ്നാനപ്പെടുത്തിയ യോഹന്നാൻ, അല്ലെങ്കിൽ മരുഭൂമിയിൽ വിളിച്ചു പറഞ്ഞ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ഇന്നും നിങ്ങൾ അതല്ലേ പ്രസംഗിക്കുന്നത്, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു? ബോധമുള്ളവർ പറയോ സഹോദര? അത് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നത് അന്നത്തെ യഹൂദ സമൂഹത്തിനായിരുന്നു. ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കാൻ. ആരാണ് മാനസാന്തരപ്പെടേണ്ടത്? വക്രതയും കോട്ടമുള്ള ആ തലമുറ 32-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ആവർത്തനം 32:20. അവരായിരുന്നു മാനസാന്തരപ്പെടേണ്ടത്. പക്ഷെ നിങ്ങൾ ചോദിക്കും, ഇവിടെ കാര്യത്തിൽ ഇരിക്കുന്ന എനിക്ക് നിങ്ങൾക്ക് എന്താണ് പ്രിവിലേജ് എന്ന്. നമുക്ക് നമ്മളെ ബ്ലെയിംലെസ് ആയിട്ടും ലോകസ്ഥാപനത്തിന് മുമ്പേ, ഉലക സ്ഥാപനത്തിന് മുമ്പേ എഫേസ്യ ലേഖനം 1-ാം അധ്യായം 3-ാം വാക്യത്തിലും 2 തിമോത്തിയോസ് 1-ാം അധ്യായം 9, 10, 11 വാക്യങ്ങളും കാലങ്ങൾക്കും യുഗങ്ങൾക്കും മുമ്പേ ഇപ്പോൾ മരണം നിൽക്കുകയും സുവിശേഷം കൊണ്ട് ജീവനപക്ഷികതയും വെളിപ്പെടുത്തുകയും ചെയ്ത ആ സുവിശേഷത്തിന് തന്നെ അപ്പോസ്തലൻ നമ്മളെ സകല കാലത്തിനു മുമ്പേ നമ്മളെ വീണ്ടെടുത്തതാ. ലോകം ഉണ്ടാകുന്നതിന് മുമ്പേ ബാക്കിയുള്ള നേഷൻസിനെ മുഴുവൻ, യഹൂദനൊഴിച്ച് ബാക്കി എല്ലാവരെയും കർത്താവിന്റെ ഫ്രീ ഡിറ്റർമിനേഷൻ അല്ലെങ്കിൽ ഫ്രീ നോളജിൽ അതിനകത്ത് ആരെയും മാറ്റി നിർത്തിയിട്ടില്ല. സുവിശേഷം കൊണ്ട് നടക്കുന്നു. ഇതൊക്കെ വേദന കൊണ്ട് പറയുന്നതാണ്. നിങ്ങളിത് മനസ്സിലാക്കി. നിങ്ങളുടെ ഈ തിയോളജിയും നിങ്ങളെല്ലാം പൊളിഞ്ഞു പോകും. നിങ്ങൾ ഇനി കർത്താവ് വരുന്നെന്ന് ഇനി നിങ്ങൾ ചൂട്ട് കെട്ടി പ്രസംഗിച്ചാലും, നിങ്ങൾ ഇനി എവിടെല്ലാം പ്രസംഗിച്ചാലും, അറിവില്ലാത്ത കാലത്തൊക്കെ ആളുകളെ നിങ്ങൾക്ക് ധരിപ്പിക്കാൻ പറ്റുമായിരുന്നു. അവരുടെ അറിവുകേട് കൊണ്ട് അവർ പറഞ്ഞു. കാരണം ബൈബിളിൽ അങ്ങനെ എഴുതിയിരിക്കും, കർത്താവ് വരുമെന്ന് പറഞ്ഞിരിക്കും. എഴുതിയപ്പോൾ അത് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഇതെല്ലാം എഴുത്തുകൾ എഴുതുമ്പോൾ വരുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. 218ഓളം പ്രാവശ്യം അത് പറഞ്ഞിട്ടുണ്ട്. കാരണം തനിക്കായി കാത്തിരുന്നവരുടെ രക്ഷ പൂർത്തീകരിക്കണമെങ്കിൽ കർത്താവിന്റെ പ്രത്യക്ഷത ഉണ്ടായെങ്കിലേ പറ്റൂ. അവരുടെ സമൂഹത്തിന്, ഏത് സമൂഹത്തിന്? ആ യഹൂദന്മാരുടെ സമൂഹത്തിന്. അവിടെ രക്ഷാപൂർത്തീകരണം നടക്കണം, യഹൂദന്റെ വീണ്ടെടുപ്പ് നടക്കണം, അവരുടെ മരിച്ചവരുടെ ഉയർപ്പ് നടക്കണം. ഇതെല്ലാം ദേവാലയം എക്സിസ്റ്റ് ചെയ്യുന്ന സമയത്താണ് നടക്കേണ്ടത്. AD 70-ൽ ദേവാലയം നശിക്കാൻ പോവുകയാണ്. ആ ദേവാലയം ഉള്ളപ്പോഴ അവസാനത്തെ കാഹളം, അവരുടെ അവസാനത്തെ പെസഹ മുതൽ അല്ലെങ്കിൽ കാഹളത്തൊരു പെരുന്നാൾ മുതലുള്ള ആ സംഭവം 3 ഈവന്റിൽ അത് മുഴുവൻ പൂർത്തിയാകണം. കാരണം റോസസൻ അവരുടെ പുതുപക്ഷ ആരംഭത്തിൽ, റോസസനയിൽ മാസങ്ങളുടെ ആരംഭമായ പുതുപക്ഷ ആരംഭത്തിൽ അവർ കാഹളം മുഴക്കണം. അത് ദേവാലയം ഉള്ളപ്പോഴാണ് കാഹളം മുഴുക്കുന്നത്. ആ കാഹളത്തിൽ അവിടെ കൂടി വരണം ജനം. അത് യുദ്ധകാഹളമോ അല്ലെങ്കിൽ അവരുടെ ഉത്സവ കാഹളമോ, ആ കാഹളം ദേവാലയം ഉള്ളപ്പോഴാണ് ആ പെരുന്നാൾ നടക്കേണ്ടത്. കാഹളത്തൊരു പെരുന്നാൾ. ഇതാണ് തെസ്സലോനിക്ക ലേഖനത്തിൽ എല്ലാം പറഞ്ഞിരിക്കുന്നത്. കാഹളം, മഹാകാഹളം, 7-ാം കാഹളം. കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിൽ 51, 52 എല്ലാം പറഞ്ഞിരിക്കുന്നത് ഈ കാഹളമാണ് ഊതേണ്ടത്. അല്ലെ MA വർഗീസ് സാർ ഒരു കാഹളം ഊതിക്കൊണ്ട് കാര്യമില്ല. ഇതല്ല കാഹളം, ഒരു ആട്ടുംകൊമ്പാണ്. അത് ഊതുമ്പം യെരുശലേമിൽ ഊതുന്നത് ലോക്കൽ ഇവന്റ് ആണ്. യെരുശലേമിനോട് യഹൂദന്മാരോടുള്ള ബന്ധത്തിലാണ് കാഹളത്തൊരു പെരുന്നാള്. ഇവിടെയുള്ള അച്ചാച്ചന്മാർക്കൊന്ന് കാഹളത്തൊരു പെരുന്നാളുണ്ട്. ഏതുണ്ട് അച്ചാച്ച എന്നെ കേൾക്കുന്ന ഏത് പാട്ടറുണ്ട് കാഹളത്തൊരു പെരുന്നാൾ നടത്തുന്നതെന്ന് പറഞ്ഞതാ. ഇത് 7-ാം കാഹളം ഊതുമ്പോൾ നടക്കുന്നത് അതിന് ദൈവത്തിന്റെ കാഹളം എന്നാ പറയുന്നത്. യഹൂദന്റെ ആ മതത്തിന് കീഴിലുള്ള യെരുശലേം ദേവാലയത്തിൽ അത് ഊതുമ്പോൾ ആ ദൈവത്തിന്റെ കാഹളം എന്നാ പറയുന്നത്. അല്ല മേളിലിരുന്ന് സ്വർഗത്തിൽ ഇരുന്ന് ഊതുന്ന കാര്യമല്ല. യെരുശലേം ദേവാലയത്തെ സ്വർഗമെന്നാ വിളിച്ചിരിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് വചനം തരാമെന്നേ. സങ്കീർത്തനം 78, 69 നിങ്ങളെടുത്ത് വായിച്ചു നോക്ക്. യിരെമ്യാവിന്റെ പ്രവചനം 3-ാം അധ്യായം 17, 18, 19 വാക്യങ്ങളെടുത്ത് വായിച്ചു നോക്കുക. അവർ യെരുശലേം ദേവാലയത്തിൽ സ്വർഗമെന്നാണ് വിളിച്ചിരിക്കുന്നത്. സ്വർഗം എന്റെ സിംഹാസനം. അവിടെ നിന്നാണ് ആ സന്നിധിയിൽ നിന്നാണ് കാഹളം ഊതേണ്ടത്. ദേവാലയത്തിൽ ഇരിക്കുമ്പോൾ ആ ദേവാലയ ശുശ്രൂഷകന്മാരെ കാഹളം ഊതുവാൻ നിയോഗിക്കപ്പെട്ട ആളുകൾ ഊതുമ്പോഴാണ് ദൈവത്തിന്റെ കാഹളം എന്ന് പറയുന്നത്. അവരൂതുമ്പോഴാണ് 7-ാം കാഹളം. കാരണം ഈ കാഹളത്തിലാണ് പഴയ ഒരു ഓർമ്മ. മഹാകാഹളം ഊതിയപ്പോൾ
ഈ മതിലിടിഞ്ഞു വീണ്, എരിഹോ കോട്ട ഇടിഞ്ഞതുപോലെ അത് 7-ാം കാഹളത്തിൽ ഊതിയപ്പോഴാണ് മതിലിടിഞ്ഞു വീണത്. ഇതുപോലെ ദേവാലയം ഇടിയുമ്പോൾ മഹാകാഹളം ഊതണം. അത് ഒടിയാൻ പോവുകയാണ്. അവന്റെ ദൃശ്യപ്രതീകമായ ന്യായപ്രമാണത്തിന്റെ എല്ലാ ചിറ്റാടലും ദൃശ്യപ്രതീകങ്ങൾ മുഴുവൻ അവസാനിക്കാൻ പോവുകയാണ്. മൃഗബലി അവസാനിക്കാൻ പോവുകയാണ്. യേശുക്രിസ്തുവിന്റെ യാഗത്തിന്, യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചതിന്റെ ഫുൾഫിൽമെന്റ് ഇവിടെ നിവൃത്തിയാകുകയാണ്. കർത്താവ് AD 30 അത് ചെയ്തുവെങ്കിലും പക്ഷെ നീണ്ട 40 വർഷമെടുത്തു അതിനെ ഭൂമിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുവാൻ. ദൈവരാജ്യത്തിലേക്ക് കർത്താവ് ജനത്തെ, ഒരു കൂട്ടം ജനത്തെ ആ യഹൂദന്മാരുടെ മധ്യത്തിൽ നിന്ന് അതിനകത്ത് അന്ന് അപ്പോസ്തലന്മാര് പോയിടത്തെല്ലാം, പൗലോസ് പോയിടത്തെല്ലാം വിജാതിയരുടെ ഇടയ്ക്കും പോയിട്ടുണ്ട്. പക്ഷേ വിജാതിയരെല്ലാം മുൻനിർണയിക്കപ്പെട്ടവരാണ്. സത്യസുവിശേഷത്തിലേക്ക് മടങ്ങിയ യേശുക്രിസ്തുവിന്റെ സുവിശേഷം നിത്യസുവിശേഷമാണ്. അത് നിന്റെ ശത്രുവിനെ സ്നേഹിക്കുക, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക, വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുക്കുക, ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്കുക. ഇതാണ് സത്യസുവിശേഷം. അല്ലാതെ നിന്റെ ഇവിടുത്തെ കള്ളപ്രവചനം പറഞ്ഞ് പൈസ ഉണ്ടാക്കുന്ന മാർഗമല്ല. കൃത്യമായി ദൈവവചനത്തെ നിങ്ങൾ ധ്യാനിക്കുക. യഹൂദന്റെ ലോകത്തെ അവസാനിക്കുന്ന കാര്യമാണ് അവിടെ ലോകാവസാനം എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. മത്തായി 20 ഞാൻ അതിനെ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല സഹോദര. ലോകമൊക്കെയും പേർ വഴി ചേർത്തണമെന്ന് അഗസ്തോസ് കൈസറുടെ കൽപ്പന ഉണ്ടായെന്ന് ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. കേരളത്തിൽ നമ്മുടെ പൂർവികന്മാർ ആരെങ്കിലും പോയി അഗസ്തോസ് കൈസറിന്റെ കാലത്ത് യെരുസലേമിൽ പോയി പേർ വഴി ചേർത്തിയതായിട്ട് നമുക്കറിയത്തില്ല. അപ്പൊ എവിടെയാണ് കൃത്യമായി ലോകം എന്ന പദം ഏതാണെന്ന് മനസ്സിലാക്കുക. ആ യഹൂദന്മാരുടെ സമൂഹത്തിനെയാണ്. ലോകം അവന്റെ പിന്നാലെ ആയിപ്പോയെന്ന് പറഞ്ഞാൽ യഹൂദന്മാരുടെ സമൂഹം അവന്റെ പിന്നാലെയായി. പരീശന്മാരും ആ കാലഘട്ടത്തിൽ അവരെയാണ്, ഈ പിന്നാലെ പോയ സമൂഹത്തെ വീണ്ടും മടക്കി കൊണ്ടുവരുവാണ് പൗലോസിനെ എഴുന്നേൽപ്പിച്ചത്. കാരണം പൗലോസ് മഹാപുരോഹിതന്റെ നിന്ന് ലെറ്ററും മേടിച്ചിട്ട് ഇവരെ ഉപദ്രവിക്കാൻ നടക്കുകയാണ്. ആ സമൂഹത്തെയാണ് ലോകം എന്ന് വിളിച്ചിരിക്കുന്നത്, അല്ലാതെ നമ്മളെ അല്ല. നമ്മളാരും ആ ലോകത്തിൽപ്പെട്ടവരല്ല. ഈ ലോകത്തെ അല്ല കർത്താവ് നശിപ്പിക്കാൻ പോകുന്നത്. നിങ്ങളെല്ലാം പറയുന്നത് ഡൂംസ്ഡേ ഉണ്ടാകും, എല്ലാം കൂടെ വാരി കൂട്ടിയിട്ട് കത്തിക്കും. സ്നേഹസമ്പൂർണനായ ദൈവം ഈ ഭൂമിയെ മുഴുവൻ കത്തിച്ച്, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ കൈവശമാക്കി അതിൽ എന്നേക്കും വസിക്കും. കൃപയുടെയും നീതിദാനത്തിന്റെയും സമരത്തിൽ ലഭിച്ചവർ യേശുക്രിസ്തു എന്ന ഏകം നിമിത്തം ഏറ്റവും അധികം ജീവനിൽ വാഴും. ഇതല്ലേ 1-ാം ഉൽപ്പത്തിയിൽ കണ്ടത്? എന്താണ്? ആദമവ്വാരെ സൃഷ്ടിച്ച് ദൈവം എന്താ പറഞ്ഞത്? നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയുടെ മേൽ വാഴുവിൻ. ഒടുക്കത്തെ ആദാമം ചെയ്തതാണ് ഒരു വീട് പോയ മനുഷ്യനെ വീണ്ടും വാഴ്ചയിലേക്ക് മടക്കി കൊണ്ടുവരിക. റെസ്റ്റോറേറ്റീവ് ആ റെസ്റ്റോറേഷൻ നടന്നു. അത് കർത്താവ് തന്റെ രാജ്യത്തിലേക്ക് കയറ്റി. ദൈവരാജ്യത്തിലാണ് നാം വസിക്കുന്നത്. ദൈവരാജ്യം നീതിയും സമാധാനവും ആണ്. അല്ലാതെ നമ്മൾ ഇന്ന് കാണുന്നത് പോലെ പാകിസ്ഥാനോ ഇന്ത്യയോ അല്ലെങ്കിൽ ആഫ്രിക്കയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പ്രത്യേക കൺട്രി അല്ല ദൈവരാജ്യം. അങ്ങനെ ദൈവം അങ്ങനെ ഉണ്ടെങ്കിൽ യേശു കർത്താവ് ഭൂമിയിലുള്ളപ്പോൾ പറയണവൻ, എന്റെ രാജ്യം ഐഹികമല്ല, എന്റെ രാജ്യം ആത്മീയമാണ്. അക്ഷരാർത്ഥത്തിൽ ദൈവം ഒരു രാജ്യം സ്ഥാപിക്കത്തില്ല. അവിടെ കർത്താവ് പറഞ്ഞു, എന്റെ രാജ്യം ആത്മീയ രാജ്യമാണ്, എന്റെ രാജ്യം ഐഹികമാണ്. അത് ഞാനും ഇവിടെ എന്നെ കേൾക്കുന്ന, നാളെ കേൾക്കുന്ന, ഈ ലൈവ് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും, നിങ്ങളുടെ ഉള്ളിൽ ദൈവമുണ്ടോ? മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. നിങ്ങൾ ദൈവരാജ്യത്തിലാണ്. പഴയ നിയമത്തിൽ കൊലോസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ 1-ാം അധ്യായം 12-13 ഭാഗം, നമ്മെ ഇരുട്ടിന്റെ രാജ്യത്തിൽ നിന്ന് വിടുവിച്ച് സ്നേഹസ്വരൂപനായ തന്റെ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരായിരിക്കും. കർത്താവിന്റെ ശുശ്രൂഷ ഏതായിരുന്നു? അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷ ഏതായിരുന്നു? ഇരുട്ടിന്റെ രാജ്യം എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണത്തിന്റെ കാലഘട്ടം, അല്ലാതെ സാത്താന്റെ അല്ല. ന്യായപ്രമാണത്തെയും അതിന്റെ പ്രവൃത്തികളെയും, കാരണം ന്യായപ്രമാണത്തിന്റെ ശക്തിയായിരുന്നു പാപം. ആ പാപമോ ന്യായപ്രമാണം വരെ ലോകത്തിലുണ്ടായിരുന്നു. റോമർ 5:13. അപ്പം ന്യായപ്രമാണത്തിന്റെ തിക്തഫലമായിരുന്നു പാപം ഉണ്ടായത്. അതുകൊണ്ട് പാപമോ ന്യായപ്രമാണം വരെ ലോകത്തിലുണ്ടായിരുന്നു. കാരണം ആ ന്യായപ്രമാണത്തെ നീക്കിയതോടുകൂടി സർവ്വ മനുഷ്യരെയും ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം അനുഭവിക്കാൻ നമ്മൾ ഇടവരുത്തി. നാം ഇന്ന് ജീവിക്കുന്ന ദൈവരാജ്യത്തിലാണ്. യഹൂദന്റെ ലോകം അവസാനിച്ചു. ഇനി ഭൂമിയിൽ ഒരു നാശവും യേശുക്രിസ്തു ദൈവം ചെയ്യത്തില്ല. യേശുക്രിസ്തു
സ്നേഹസമ്പൂർണനായ ആരെയും നശിപ്പിക്കുകയോ കൊല്ലുകയോ തിന്നുകയോ ചെയ്യുന്ന ദൈവമല്ല. നിങ്ങളുടെ ഹൃദയങ്ങളിലെല്ലാം ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നുണ്ട്. അത് തിരിച്ചറിഞ്ഞ് നിങ്ങൾ ദൈവരാജ്യത്ത് ജീവിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാട്ടെ. ഗോഡ് ബ്ലെസ് യു.